ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവത കഥാശ്രവണോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആ പാർത്ഥസാരഥിയുടെ മഹിമ, അദ്ദേഹത്തിൻ്റെ അധരപത്മങ്ങളിൽ നിന്ന് വരുന്ന ആ ഗംഗ അല്ലേ, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഭഗവത്ഗീത, ഭഗവാന്റെ ഗീതം. അത് നമ്മളിങ്ങനെ ശ്രവിച്ചുകൊണ്ടിരിക്കുക, ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ഇങ്ങനൊരു ഗ്രന്ഥം ഇതിനു മുമ്പ് എഴുതിയിട്ടുള്ള, ഇനിയും കൊണ്ട് എഴുതാനും പറ്റുന്നില്ല. അത്രയ്ക്ക് മനോഹരമാണ് ഭഗവാന്റെ ഗീത. പൊതുവെ ഭഗവത്ഗീത ടഫാവുന്ന എന്തുകൊണ്ടാണ്? ഭഗവത്ഗീത മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഭഗവത്ഗീതയുടെ അർത്ഥം നമ്മൾ ഗ്രഹിക്കുകയും ആ പാർത്ഥസാരഥിയുടെ അനുഗ്രഹം, കൃപാകടാക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ, ആ കൃപാകടാക്ഷം കൊണ്ട് ഭഗവത്ഗീത മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ ശ്ലോകവും മധുരമായിട്ട് തോന്നും നമുക്ക്. അത് ഹൃദയത്തിൽ ഇങ്ങനെ തുളച്ചു കയറും. അത് എങ്ങനെയാണോ ഒരു കാമുകൻ്റെ പത്രം വായിക്കുന്നത് അല്ലേ, എഴുത്ത്, ലവ് ലെറ്റർ, അതേപോലെ നമുക്ക് തോന്നും. സത്യമായിട്ട്. അതായത് ഭഗവാൻ കൃഷ്ണൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി എഴുതിയ ഒരു ലവ് ലെറ്റർ മാതിരി തോന്നും ഭഗവത്ഗീത. യഥാർത്ഥത്തിൽ നമുക്ക് ആ പാർത്ഥസാരഥിയുടെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ. ഇന്നലെ നമ്മൾ പഠിച്ചല്ലേ, ആ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത, അധികം അറിവൊന്നും ഇല്ലാത്ത ആ ഒരു ബ്രാഹ്മണൻ ആ ഒരു ശ്രീരംഗത്ത് ഇരുന്നു കൊണ്ട് ഭഗവത്ഗീത വായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയാൻ, എങ്ങനെയാണ് വായിക്കേണ്ടത് ഒന്നും അറിയത്തില്ല. പക്ഷെ അദ്ദേഹം വായിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് വായിച്ചും തുടങ്ങേണ്ട, ഭഗവത്ഗീത കൊണ്ട് കയ്യിലെടുത്താൽ മതി, ഉടനെ കണ്ണീര് വരികയാണ്. കാരണം എടുക്കുമ്പോഴേ ആ പാർത്ഥസാരഥി രഥത്തിൽ ഇങ്ങനെ രഥം ഓട്ടിക്കുന്ന ആ രംഗമാണ് വരുന്നത്. അന്നേരം അഖില കോടി ബ്രഹ്മാണ്ഡ നായകൻ ഭക്തന് വേണ്ടി ഇങ്ങനെ ഒരു വേഷം ധരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ബ്രാഹ്മണന് സഹിക്കാൻ പറ്റുന്നില്ല. അതേപോലെ ആ ഗുരുവായൂരപ്പൻ പാർത്ഥസാരഥിയായിട്ട് വന്നിട്ട് ആ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട. ഭഗവത്ഗീത പിന്നെ കഠിനമല്ല, ഓരോ ശ്ലോകവും അമൃതമായിട്ടിങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ആനന്ദം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരു ഡ്രൈ ബുക്കായിട്ടല്ല തോന്നുന്നത്. കണ്ടില്ലേ, പൊതുവെ ഇങ്ങനെ ഒരു കാമുകൻ എഴുതിയ എഴുത്ത് കാമുകി വായിക്കുമ്പോൾ എത്ര എക്സൈറ്റിംഗ് ആയിട്ടായിരിക്കും വായിക്കുന്നത് അല്ലേ. അതേപോലെ ഭഗവത്ഗീത പിന്നെ വായിക്കുമ്പോൾ ഒരു ലവ് ലെറ്റർ മാതിരിയാണ് തോന്നുന്നത്. ഭഗവാൻ നമുക്കായിട്ട് എഴുതിയ ലവ് ലെറ്റർ, അതാണ് ഭഗവത്ഗീത. അതായത് ഭഗവാന്റെ ഗീതം, അതാണ് ദ സോങ് ഓഫ് ഗോഡ് എന്ന് പറയും അല്ലേ. ഗീതം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പാട്ട്, ഭഗവാൻ തന്നെ നമുക്ക് വേണ്ടി പാടിയ ഒരു പ്രേമലേഖനമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. എന്തായാലും എന്താണ് ആ കാമുകൻ നമുക്ക് വേണ്ടി അടുത്ത പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ഭഗവാന്റെ കീർത്തനം വെച്ച് നമുക്ക് ആരംഭിക്കാം. ആദ്യം നരസിംഹാർത്തി പാടാം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോർ നമാമ്യഹം. ശ്രീ നരസിംഹ ജയ നരസിംഹ ജയ ജയ ശ്രീ നരസിംഹദേവ്. പ്രഹ്ലാദേശാഭുഖ പത്മ ജയ പത്മഭൃംഗം. പിന്നെ നമ്മൾ ഈ കമൻസ് ഇടുമ്പോൾ ചില ഭക്തരൊക്കെ ക്ലീൻ ഒക്കെ ചേർക്കുന്ന മന്ത്രങ്ങളൊക്കെ പറയും കേട്ടോ. അങ്ങനെയുള്ള മന്ത്രങ്ങളൊന്നും സാധാരണ ഉച്ചരിക്കാൻ പാടില്ല കേട്ടോ. കാരണം അതൊക്കെ ബീജമന്ത്രങ്ങളാണ്. ഹ്രീം ക്ലീം അങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ അതൊക്കെ ബീജമന്ത്രങ്ങളാണ്. അതൊക്കെ ബ്രാഹ്മണ ദീക്ഷ കഴിഞ്ഞതിന് ശേഷമേ ആ ഒരു മന്ത്രമൊക്കെ ജപിക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അത് അത്ര നല്ലതല്ല അത് ജപിക്കുന്നത്. പൊതുവെ നമുക്കത് അറിയത്തില്ലായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ ജപിക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, തെറ്റില്ല, പക്ഷെ തെറ്റുണ്ട്. അതുകൊണ്ട് ഹ്രീം ക്ലീൻ അങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ കഴിയുന്നതും ആരെങ്കിലും ജപിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുന്നത് നല്ലത്. കാരണം അതിനകത്തൊക്കെ ബീജമന്ത്രങ്ങളാണ്, മഹാശക്തമായിട്ടുള്ള മന്ത്രങ്ങളാണ്, വളരെ പവർഫുള്ളാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് പിന്നെ കൂടുതൽ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ വളരെയധികം വിഷമാവും, നിങ്ങൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ. സത്യം പറഞ്ഞാൽ ഓം എന്നുള്ള മന്ത്രവും
ഓം എന്ന് തുടങ്ങുന്ന മന്ത്രവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ടമായിട്ടുള്ള അങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ. ഇതൊക്കെ നമ്മൾ ആ ഒരു ബ്രാഹ്മണ ദീക്ഷ ലഭിച്ചിട്ടേ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ട്. ആ ഒരു ബ്രാഹ്മണ ദീക്ഷ ഗായത്രി മന്ത്രം ജപിക്കുന്നവർക്ക് മാത്രമേ അവർക്കത് ജപിക്കാൻ പറ്റൂ കേട്ടോ. അതുകൊണ്ടൊന്ന് കെയർഫുള്ളായിട്ടിരിക്കണം. ഇനി ഇതുവരെ ജപിച്ചതൊന്നും കുഴപ്പമില്ല, പക്ഷെ പൊതുവേ കുറഞ്ഞ പക്ഷം നമ്മളിപ്പോൾ ഇങ്ങനെ കമൻസിലിടുമ്പോൾ എല്ലാവരും വായിക്കുകയും ചെയ്യുമല്ലോ. അന്നേരം അങ്ങനെയുള്ള ഒരു പബ്ലിക് ഇതിലെങ്കിലും ഒന്ന് അവോയ്ഡ് ചെയ്യുക. കാരണം അതൊക്കെ മഹാശക്തമായിട്ടുള്ള മന്ത്രമാണ്. തീർച്ചയായിട്ടും ഹരേ കൃഷ്ണ മന്ത്രം ഏറ്റവും ശക്തമായിട്ടുള്ള മന്ത്രമാണ്. പക്ഷേ ഇതിൻ്റെ പ്രോട്ടോക്കോൾ കുറച്ച് ഡിഫറെൻ്റാണ്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നിയമ നിബന്ധനകളാണ് ഇങ്ങനെയുള്ള ഹ്രീം ക്ലീം അങ്ങനെയുള്ള മന്ത്രങ്ങളിലൊക്കെ. മനസ്സിലായില്ലേ? അമ്മമാർ ഗായത്രി, ലേഡീസ് ഗായത്രി ജപിക്കാമോ? പൊതുവേ വൈദിക സംസ്കാരം അനുസരിച്ച് തുറന്ന മനസ്സോടെ എല്ലാവരും കേൾക്കണം. ഓക്കെ, എല്ലാവരും തുറന്ന മനസ്സോട് കൂടി കേൾക്കണം. കള്ളം പറയത്തില്ലല്ലോ, അറിയാമല്ലോ. അന്നേരം വൈദിക സംസ്കാരം അനുസരിച്ച് സത്യം പറഞ്ഞാൽ അമ്മമാർക്ക് അങ്ങനെ ദീക്ഷ എന്നുള്ള ഒരു ചടങ്ങില്ലായിരുന്നു പൊതുവെ. ഇപ്പം നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ നോക്കിയാലും അമ്മമാർക്ക് അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു പൂജാവിധി അങ്ങനെയുള്ള പ്രോസസ്സൊന്നും ഇല്ല. പൂജാരിമാരൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എപ്പോഴും ആണുങ്ങളാണല്ലോ ചെയ്യുന്നത്. അന്നേരം പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ഉപനയനം എന്ന് പറയുന്ന ഒരു കർമ്മം എപ്പോഴും, ഉപനയനം എന്ന് പറഞ്ഞാൽ ദീക്ഷ, ആ ഒരു ഗുരുവിൽ നിന്നും നമ്മുടെ ചെവിയിലാണ് മന്ത്രം ജപിക്കുന്നത്. അതുകൊണ്ടാണ് ഗായത്രി മന്ത്രം ഒരിക്കലും ഉറക്കെ ജപിക്കാൻ പാടില്ല. ഒരിക്കലും ഉറക്കെ ജപിക്കാൻ പാടില്ല. പല ആൾക്കാരും അതിനെക്കുറിച്ചൊക്കെ ഗ്രന്ഥങ്ങൾ എഴുതുന്നുണ്ട്. ഗായത്രി മന്ത്രം ശക്തമാണ്, ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ സത്യം തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. ഗായത്രി മന്ത്രം ശക്തം തന്നെയാണ്. അന്നേരം ആ ഗായത്രി മന്ത്രത്തിനകത്തും ഭഗവാന്റെ നാമം ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിനത്രയും ശക്തം. മനസ്സിലായില്ലേ? ഭഗവാന്റെ നാമത്തെ പോലെ ശക്തമല്ല ഒരു മന്ത്രവും. അന്നേരം ഗായത്രി മന്ത്രത്തിന് അതിൻ്റേതായിട്ടുള്ള നിയമ നിബന്ധനകളൊക്കെ ഉണ്ട്. അന്നേരം അത് ജപിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റൂൾസ്, റെഗുലേഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അത്, എന്തിനേറെ പറയുന്നു, ആ ഗായത്രി ദീക്ഷ ലഭിച്ച വ്യക്തികൾ പോലും ആ ഗായത്രി മന്ത്രം ഉറക്കെ പാടാൻ പാടില്ല. അതൊരു സീക്രട്ട് മന്ത്രമാണ്. ചുണ്ടുപോലും അനക്കാൻ പാടില്ല. ചുണ്ടുപോലും അനങ്ങാതെ പുറുപുറുക്കാതെ നിശബ്ദമായിട്ട് മനസ്സിൽ ജപിക്കേണ്ട മന്ത്രമാണ് ഗായത്രി മന്ത്രം. അത് ഉറക്കെ ഒരിക്കലും ജപിക്കാൻ പാടില്ല. ആരാണോ മറ്റൊരാൾക്കത് കേൾക്കാൻ കാരണമാകുന്നത് അവർക്കെല്ലാം കർമ്മം അടിക്കും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതിപ്പോൾ ഞാൻ ആ ഒരു മന്ത്രം എല്ലാവരും കേൾപ്പിക്കുകയാണെങ്കിൽ എനിക്ക് ആ കേൾക്കുന്ന എല്ലാവരുടെയും കർമ്മം അടിക്കും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പിന്നെ ചിലവരുടെ ഡോർ ബെല്ലൊക്കെ ഗായത്രി മന്ത്രം ജപിക്കുന്നു വെക്കുന്നു, അതും ശരിയല്ല. ദീക്ഷാഗുരുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഗായത്രി മന്ത്രം ജപിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ ബ്രോ? ഈ ദീക്ഷ എന്ന് പറയുമ്പോഴേ അതിൻ്റെ പുറകിലും കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. പക്ഷേ എന്തായാലും ഉപനയനം ലഭിക്കാതെ ഗായത്രി ജപിക്കാൻ പാടില്ല. അതുകൂടാതെ ഗായത്രി ഉപനയനം കഴിഞ്ഞതിന് ശേഷമേ ജപിക്കാൻ പാടുള്ളൂ. എല്ലാവരും കേൾപ്പിക്കരുത്. ദീക്ഷ എടുത്ത ഭക്തർ പോലും ഉറക്കെ ഗായത്രി മന്ത്രം ജപിക്കാൻ പാടില്ല. ഗായത്രി മന്ത്രം ജപിക്കേണ്ടത് മനസ്സിലാണ്, ഉറക്കെയല്ല. ചുണ്ടുപോലും അനങ്ങാൻ പാടില്ല. മനസ്സിലാണ് അത് ജപിക്കേണ്ടത്. എങ്കിൽ മാത്രമേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കൂ. അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് വശങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ആരുടെയെങ്കിലും ഡോർ ബെല്ല് അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. അത് നല്ലതല്ല. മനസ്സിലായില്ലേ? പൊതുവെ പല വ്യക്തികളും ഗായത്രി ജപിച്ചോളൂ എന്നൊക്കെ പറയും. ഇതാണ് ഏറ്റവും ശക്തമായിട്ടുള്ള മന്ത്രമാണ്. ഏറ്റവും ശക്തമായിട്ടുള്ള മന്ത്രം തന്നെയാണ്. ഇപ്പോൾ വീട്ടിൽ ഇലക്ട്രിക് വയറും അതും ഇതൊക്കെ പിടിക്കേണ്ട ആരാണ്? ഇലക്ട്രീഷ്യനാണ്.
അത് വയറിൻ്റെ കണക്ഷൻ അതൊന്നും അറിയാത്ത ആൾക്കാർ കൈയിട്ട് കഴിഞ്ഞാൽ എന്താവും? കറണ്ട് അടിക്കും. അതേപോലെ തന്നെ എന്നാൽ അതേപോലെ തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ ആ മനസ്സിലാക്കേണ്ട രീതിയിൽ ഇതൊക്കെ ചെയ്യേണ്ട രീതിയിൽ തന്നെ അത് ചെയ്യുകയാണെങ്കിൽ എല്ലാം നല്ലതാണ്. ജപമാല ജപിക്കുമ്പോൾ ജപമാല അപ്പോൾ നമുക്ക് ദീക്ഷ എടുത്തില്ല എങ്കിലും കുഴപ്പമില്ല. അതാണ് ഞാൻ ദീക്ഷയെക്കുറിച്ചാണ് ഇപ്പം പറഞ്ഞു വരുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. വീഡിയോ കട്ടാവുന്നുണ്ടോ? ഒരു 2-3 പേര് പറയുന്നു വീഡിയോ കട്ടാവുന്നത്. വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? കാണാമെങ്കിൽ തമ്പടിക്കും എല്ലാവരും പ്ലീസ്. പറ്റുമെങ്കിൽ തമ്പടിക്കും. വീഡിയോ കാണാൻ പറ്റുന്നവരൊക്കെ തമ്പടിക്കും. ലൈക്കല്ല, ഈ കമൻസിൻ്റെ അവിടെ ഒരു 2-3 പേര്. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, എന്നിട്ട് ചിലവർ അവരുടെ നെറ്റ് കണക്ഷൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അന്നേരം പൊതുവെ വൈദിക സംസ്കാരം അനുസരിച്ച് അങ്ങനെ ഉള്ള ഒരു ദീക്ഷാ പ്രോസസ്സ് അമ്മമാർക്കില്ല. മനസ്സിലായില്ലേ? അന്നേരം ദീക്ഷാ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുരുഷന്മാർ പൊതുവെ ആ ഒരു ദീക്ഷാ പ്രോസസ്സും 3 വർണ്ണങ്ങളിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ജന്മം കൊണ്ടുള്ള വർണ്ണമല്ല, കർമ്മം കൊണ്ടുള്ള വർണ്ണം. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ഇവർ 3 പേർക്കുമാണ് ദീക്ഷ പറഞ്ഞിട്ടുള്ളത്. അന്നേരം ഈ ഉപനയനം ഇവർക്ക് എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ, ഗുരുകുലത്തിൽ പോകുമ്പോൾ ആ ഒരു ഗുരുവിൽ നിന്നാണ് ആ ഒരു മന്ത്രം ലഭിക്കുന്നത്. അങ്ങനെയാണ് പ്രോസസ്സ്. ഇനി അടുത്തത്, ഈ ഒരു മന്ത്രം ആ ബ്രാഹ്മണ്യ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് വേണ്ടിയാണ്. മനസ്സിലായി? ഇപ്പോൾ ബ്രാഹ്മണർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ, പിന്നെ ക്ഷത്രിയർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ, വൈശ്യർക്ക് അവരവരുടേതായിട്ടുള്ള രീതിയിൽ, അങ്ങനെയുള്ളതാണ്. അത് അവരുടെ കർമ്മമായിട്ട് അനുബന്ധിച്ചായിരിക്കണം. അല്ലാതെ പേരിന് വേണ്ടി പൂനൂലൊക്കെ ഇട്ടു, പക്ഷേ ബ്രാഹ്മണ്യ കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല, പൂജാതി കർമ്മങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ അർത്ഥമില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേദങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ ഒക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, പഠിക്കണം, പഠിപ്പിക്കണം. അതാണ് ബ്രാഹ്മണരുടെ ധർമ്മം. എന്നാൽ ആ ബ്രാഹ്മണ്യ ധർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ പൂനൂലിട്ടിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? അതാണ് മെയിൻ. അന്നേരം ആ ഒരു ദീക്ഷാ ചടങ്ങ് ഗുരുവിൽ നിന്നും ആ ഒരു മന്ത്രം ലഭിക്കുന്നു, ഗായത്രി മന്ത്രം ലഭിക്കും. അന്നേരം അമ്മമാർക്ക് ഉപനയനമില്ല. സത്യം അങ്ങനെയാണ്. അന്നേരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു നാരീരത്നം ഒരു ബ്രാഹ്മണനെ വിവാഹം കഴിക്കുമ്പോൾ ആ ഒരു നാരീരത്നം ബ്രാഹ്മണിയായി. ഭർത്താവിൻ്റെ ആ ഒരു ഇത് തന്നെയാണ്, വർണ്ണം തന്നെയാണ് ഭാര്യയ്ക്കും ലഭിക്കുന്നത്. അന്നേരം ക്ഷത്രിയനെ വിവാഹം കഴിക്കുമ്പോൾ ആ ഒരു നാരീരത്നം ക്ഷത്രാണിയായി. ഒരു വൈശ്യനെ വിവാഹം കഴിക്കുമ്പോൾ ആ സ്ത്രീ എന്തായി? വൈശ്യയായി. അങ്ങനെയാണ്. അതാണ് പൊതുവെ നടക്കുന്നത്. അന്നേരം പൊതുവെ അങ്ങനെ ഒരു ദീക്ഷാ ചടങ്ങ് പ്രത്യേകിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഭർത്താവിൻ്റെ കർമ്മം അനുസരിച്ചാണ് ആ ഒരു ഭാര്യയുടെയും മേൽഗതി ഇരിക്കുന്നത്. എന്നാൽ ഭർത്താവ് നല്ല രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ഭാര്യയ്ക്കും കൂടെ ലഭിക്കുന്നു. പൊതുവെ സ്മൃതി അനുസരിച്ച് പറയുന്നത്, ഭർത്താവ് ചെയ്യുന്ന നല്ല നല്ല പ്രവൃത്തികളുടെ പകുതി ഫലം ഭാര്യയ്ക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. പുണ്യപ്രവൃത്തികൾ, ആധ്യാത്മിക കാര്യങ്ങൾ അവരവരുടെ കാര്യം തന്നെ ചെയ്തേ പറ്റൂ. പക്ഷേ ഭർത്താവ് ചെയ്യുന്ന നല്ല പ്രവൃത്തികളുടെ പകുതി ഫലം ഭാര്യയ്ക്ക് ലഭിക്കും. ഓക്കെ, ഇനി ഭാര്യ ചെയ്യുന്ന എന്തെങ്കിലും മോശമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ അത് ഭർത്താവിനെയാണ് ബാധിക്കുന്നത്. ഇനി ഭാര്യ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ, അതിൻ്റെ ഫലം ആർക്ക് കിട്ടും? അത് ഭാര്യയ്ക്ക് തന്നെ. ഭർത്താവ് ചെയ്യുന്ന മോശപ്രവൃത്തികളുടെ ഫലം ആർക്ക് ലഭിക്കും? അദ്ദേഹത്തിന് തന്നെ ലഭിക്കും. മനസ്സിലായി? കാൽക്കുലേഷൻ മനസ്സിലായി? ഭർത്താവ് നല്ല പ്രവൃത്തികൾ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പകുതി ഭാര്യയ്ക്കും കൂടെ ലഭിക്കും. ഭർത്താവ് മോശപ്പെട്ട പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഭർത്താവിന് തന്നെ ഇരിക്കും. ഇനി ഭാര്യ മോശപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ അത് ഭർത്താവിനാണ് പോകുന്നത്, ഭാര്യയ്ക്കല്ല. ഇനി ഭാര്യ നല്ല പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഭാര്യയ്ക്ക് തന്നെ ലഭിക്കും. അതെല്ലാം കൊണ്ടും അമ്മമാർ സേഫാണ്. ഇനി ആധ്യാത്മിക കാര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ട്രാൻസ്ഫർ നടക്കത്തില്ല.
ആധ്യാത്മിക കാര്യത്തിൽ അവരവർ ചെയ്യുന്ന കാര്യത്തിൻ്റെ എന്തു പറയുന്നത്, ആധ്യാത്മിക കാര്യത്തിൽ അവരവർ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദി അവിടെ അവർ തന്നെയാണ്. അതിപ്പോൾ നമുക്ക് ഗോലോകത്ത് പോകണമെങ്കിൽ അത് നമ്മൾ തന്നെ ശ്രമിച്ചേ പറ്റും. ഭർത്താവ് ഹാസ് ടു അക്സെപ്റ്റ് ഓൾ ദ ബാഡ് എഫേർട്സ്. അന്യായം. അതുകൊണ്ടാണ് വിവാഹം കഴിക്കുന്നത് എല്ലാവരും. കാരണം പൊതുവെ പല അമ്മമാർക്ക് സന്തോഷമായി. ഹാഫ് പോർഷൻ ഫേസ് എൻ്റെ കാണാൻ പറ്റും, എൻ്റെ ഫുൾ പോർഷൻ കിടക്കുമല്ലേ. അത് ഈ ചിലപ്പോൾ അവരവരുടെ വീഡിയോയുടെ ആയിരിക്കും കേട്ടോ. വീഡിയോ ഒന്ന് കുറച്ച് ഒരു ഫേസ്ബുക്ക് ആപ്പിൽ കണ്ടാൽ മതി. ചിലപ്പോൾ എനിക്കൊന്ന് ബ്രൗസറിലായിരിക്കും നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കും പറയും നോ ഈക്വാലിറ്റി. എവിടെ ആണും പെണ്ണും ഒരിക്കലും ഈക്വൽ അല്ലല്ലോ, അവർ രണ്ടുപേരാണ്. ഭർത്താവ് മദ്യപാനിയാണെങ്കിലും അതാ പറഞ്ഞേ, ഭർത്താവ് ചെയ്യുന്ന തെറ്റായിട്ടുള്ള കാര്യത്തിന് ഉത്തരവാദി ഭർത്താവ് തന്നെയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ വാൽമീകി ഋഷി പല പല തെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലേ. അന്നേരത്തേക്ക് ഉടനെ നാരദ മഹർഷി വന്നിട്ട് പറഞ്ഞു, നാരദ മഹർഷിയും ഇതേപോലെ ആക്രമിക്കാനും മോഷ്ടിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ആർക്ക് വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അത് കുടുംബത്തിന് വേണ്ടിയാണ്. നീ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അവർ സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. നമ്മൾ ചോദിച്ചിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞു. അത് ചോദിച്ചു പറഞ്ഞാൽ നമ്മളൊന്നും സ്വീകരിക്കത്തില്ല, കറക്റ്റാണ്, ഒരിക്കലും സ്വീകരിക്കാൻ പറ്റത്തില്ല. അന്നേരം ഭർത്താവും ചെയ്യുന്ന ഒരാൾ പറയുന്ന പാവം ഹസ്ബൻഡ്. അന്നേരത്തേക്ക് ഭർത്താവ് എന്തെങ്കിലും തെറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കണം. മനസ്സിലായില്ല? അന്നേരം ആധ്യാത്മിക കാര്യത്തിൽ അങ്ങനെ കൊടുക്കൽ വാങ്ങലൊന്നും ഇല്ല. അപ്പം നമുക്ക് ഗോലോകത്ത് പോകണമെങ്കിൽ നമ്മൾ തന്നെ പരിശ്രമിച്ചേ പറ്റുള്ളൂ. ഭർത്താവിന് പോകണമെങ്കിൽ ഭർത്താവ് തന്നെ പരിശ്രമിച്ചേ പറ്റൂ അല്ലേ. അങ്ങനെയാണ് പൊതുവേ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എനിവേ, അന്നേരം ഇത് ഞാൻ പറഞ്ഞു വന്നത് ഈ ദീക്ഷയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അന്നേരം അതുകൊണ്ട് ഈ ദീക്ഷ, പ്രത്യേകിച്ച് വൈദിക സംസ്കാരം അനുസരിച്ച് അമ്മമാർക്ക് ദീക്ഷ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ആവശ്യമില്ല. കാരണം ഭർത്താവ് ദീക്ഷ എടുക്കുമ്പോൾ ഭാര്യ നാച്ചുറലി ബ്രാഹ്മണിയായി, ക്ഷത്രാണിയായി, അങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നത്. പിന്നെ ആ ഒരു കുലത്തിനനുസരിച്ചും ഉള്ള ഒരു ഇതും കാണും. ഇനി അടുത്തത് വേറെ ഇപ്പോൾ ഉദാഹരണത്തിന് കൈകേയിയൊക്കെ നോക്കുകയാണെങ്കിൽ, ദശരഥ മഹാരാജാവിനൊരു ആപത്ത് വന്നപ്പോൾ കൈകേയി രക്ഷപ്പെടുത്തുകയാണ്, യുദ്ധവും കൂടെ ചെയ്യുകയാണ്. മനസ്സിലായി? അതായത് യുദ്ധമൊക്കെ എവിടെ നിന്ന് പഠിച്ചു? ഗുരുകുലത്തിൽ നിന്നല്ല പഠിച്ചത്. അതൊക്കെ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അതിനുള്ള രീതിയിൽ അമ്മമാരിൽ നിന്നോ അതിനുള്ള ഗുരു അവിടെ തന്നെ അകത്ത് തന്നെ കാണുന്നത്. അങ്ങനെയാണ് പഠിക്കുന്നത്. അല്ലാതെ അവർ ഗുരുകുലത്തിൽ പോകത്തില്ല പൊതുവെ. കാരണം നാരീരത്നങ്ങൾ എപ്പോഴും ആ ഒരു കൊട്ടാരത്തിൽ സുരക്ഷിതമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെയായിരുന്നു പൊതുവെ വൈദിക സംസ്കാരം. അല്ലാതെ അവരെ ഞാൻ നാൾക്ക് പറഞ്ഞ പോലെ അടിമകളായിട്ടൊന്നും വളർത്താൻ വേണ്ടിയല്ല അല്ലേ. അവർ സുരക്ഷിതമായിട്ടിരിക്കണം. കാരണം നമ്മുടെ കുലത്തിൻ്റെ അഭിമാനമാണ് അവർ. അന്നേരം നാരി രത്നത്തെ പോലെയാണ്. അവരെ ഒരിക്കലും അങ്ങനെ തുറന്ന് പുറത്ത് വയ്ക്കാൻ പാടില്ല. തെറ്റായിട്ടുള്ള കണ്ണുകൾ എപ്പോഴും നാരികളുടെ മുകളിൽ വരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് അങ്ങനെ ഒരു സംസ്കാരത്തിലായിരുന്നു നമ്മൾ വളർന്നത്. അന്നേരം പൊതുവേ അങ്ങനെയുള്ള രീതിയിലായിരുന്നു നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ചോ അങ്ങനെയൊക്കെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അന്നേരം പൊതുവേ ശ്രീല പ്രഭുപാദജി കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇതിന്. ശ്രീല പ്രഭുപാദജിയുടെ കാരുണ്യങ്ങൾ കൊണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിദേശ രാജ്യങ്ങളിലൊക്കെ പോയപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ അമ്മമാരാണെങ്കിൽ കൂടുതലും ആണുങ്ങളെക്കാട്ടിയും കൂടുതൽ ആക്റ്റീവാണ്. അവർ കൂടുതൽ ആക്റ്റീവാണ്. അവർ കൂടുതൽ സർവീസ് ചെയ്യാനും വളരെ മെൻറ്റാലിറ്റി, സർവീസ് ആറ്റിറ്റ്യൂഡ് കൂടുതലാണ്. അന്നേരം അവർക്കാണെങ്കിൽ പിന്നെ കൂടുതൽ ഭഗവാന്റെ സേവനം ചെയ്യാനും താല്പര്യമുണ്ട്. അതുകൂടാതെ ബ്രാഹ്മണ്യ കർമ്മങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് പാലിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം ചില സമയത്തൊക്കെ അവർ ഭർത്താവിൻ്റെ കൂട്ടത്തിലും അല്ലായിരുന്നു. കാരണം ഭർത്താവ് വേറെ വഴിയിലൊക്കെ പോയി. അന്നേരം ചിലതൊക്കെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലതും ഉണ്ട്. പിന്നെ ചിലവരാണെങ്കിൽ ഒന്നിച്ചുമാണ്, അങ്ങനെ കുറേ. അന്നേരം പ്രഭുപാദ് ഒരുപാട് ആലോചിച്ചതിന് ശേഷം പ്രഭുപാദിൻ്റെ ഡിസൈപ്പിൾസിൽ, ശിഷ്യരിൽ ഒരുപാട് പേരങ്ങനെ സ്ത്രീകളും ഉണ്ട്. അന്നേരം അങ്ങനെ പ്രഭുപാദാണ് കാരുണ്യം കൊണ്ട് പ്രഭുപാദ് ആ ഒരു ഇതുവരെയും ഒരു ആചാര്യം ചെയ്യാത്ത മഹാകാരുണ്യമാണ് ശ്രീല പ്രഭുപാദജി ചെയ്തത്. കാരണം പ്രഭുപാദ് അവിടെ ഒരു പുതിയൊരു സിദ്ധാന്തം കൊണ്ടുവരികയാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ
കാരണം യഥാർത്ഥത്തിൽ ആ ഒരു ലക്ഷ്യത്തെ മനസ്സിലാക്കി. കാരണം യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരീരം കൊണ്ട് ആണായാലും ശരി പെണ്ണായാലും ശരി ആത്മീയ ലോകത്തിൽ നമ്മളെല്ലാവരും എങ്ങനെയാണ്? ഭഗവാന്റെ ഭക്തരാണ്. അതിൽ യാതൊരു സംശയമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ശീല പ്രഭുപാദി എന്ത് ചെയ്തു എന്നറിയാമോ? ആ നാരിമാർക്കും സ്ത്രീജനങ്ങൾക്കും അമ്മമാർക്കും ദീക്ഷ കൊടുക്കാനുള്ള പ്രോസസ്സ് തുടങ്ങി. അതിനു മുമ്പേ ഒരു ആചാര്യനും ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഇതിനു മുമ്പേ ഒരു യുഗത്തിലും ആരും ചെയ്യാത്ത ഒരു പരിപാടിയാണ് ശീല പ്രഭുപാദി ചെയ്തത്. അത്രയ്ക്ക് കാരുണ്യം ശീല പ്രഭുപാദി കാണിച്ചു. അല്ലെങ്കിൽ അതുവരെ അമ്മമാർക്ക് ദീക്ഷയില്ലായിരുന്നു. ഇതിനു മുമ്പേ ആരും അങ്ങനെ കൊടുത്തിട്ടില്ല. ദീക്ഷ എപ്പോഴും കൊടുക്കുന്നത് ഭർത്താവിന് മാത്രമാണ്. ഭർത്താവിന് ദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഭാര്യയ്ക്കും ദീക്ഷയായി എന്നാണ് ആ ഒരു പ്രോസസ്സിലാണ്. പക്ഷെ പ്രഭുപാദ് നോക്കണേ, പ്രഭുപാദ് ആ ഒരു പ്രോസസ്സൊക്കെ തിരിച്ചു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ആചാര്യനാണ്, അദ്ദേഹത്തിന് എല്ലാം ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന് മനസ്സിലായി കലിയുഗം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഭർത്താവ് സമ്മതിക്കത്തില്ല ഭക്തിയുടെ പ്രോസസ്സിൽ, ഭാര്യ സമ്മതിക്കുമ്പോൾ ഭർത്താവ് സമ്മതിക്കത്തില്ല, ഭർത്താവ് സമ്മതിക്കുമ്പോൾ ഭാര്യ സമ്മതിക്കത്തില്ല. അങ്ങനെ ചില അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ആവും. അതുകൊണ്ട് ശീല പ്രഭുപാദി എന്ത് ചെയ്തു? നാരീരത്നങ്ങളും സ്ത്രീജനങ്ങൾക്കും ദീക്ഷ കൊടുക്കാനുള്ളൊരു പ്രോസസ്സ് കൊണ്ടുവന്നു. അല്ലെങ്കിൽ അതുവരെ ഒരിക്കലും സ്ത്രീജനങ്ങൾക്ക് ദീക്ഷയില്ലായിരുന്നു. നോക്കട്ടെ പ്രഭുപാദിൻ്റെ ആ വിശാല മനസ്കത നോക്കണേ. കാരണം പ്രഭുപാദ് അതിൻ്റെ അർത്ഥം നിയമങ്ങളൊക്കെ മാറ്റിയോ? ഇല്ല. അവർക്കും അതിൻ്റേതായിട്ടുള്ള മന്ത്രങ്ങളും പ്രക്രിയകളും ഒക്കെ പാലിച്ച് കൊടുത്തു. എന്നിട്ട് അമ്മമാർക്ക് ആ മാസത്തിൽ ആ ഒരു സമയം വരുമ്പോൾ അവരത് മാറിയിരിക്കും. അവരങ്ങനെയുള്ള പൂജാ കർമ്മങ്ങളൊന്നും ചെയ്യത്തില്ല. അവരവരിൽ നിന്ന് ദൂരെ മാറി നിൽക്കും. സാധാരണ രീതിയിൽ എന്തൊക്കെയാണോ പ്രോസസ്സ് അതേ രീതിയിൽ തന്നെ. എന്നിട്ട് പിന്നെ എപ്പോഴാണോ അതിൽ നിന്ന് പുറത്തു വരുന്ന ആ ഒരു ദിവസം അമ്മമാരെന്ത് ചെയ്യും? കുളിച്ച് എല്ലാവിധ ശുദ്ധിയും ഇതെല്ലാം പാലിച്ചതിന് ശേഷം മന്ത്രജപം എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ട് ദീക്ഷ എടുത്ത ആ ഒരു മന്ത്രങ്ങളൊക്കെ ജപിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും പൂജാതി കർമ്മങ്ങളും ഭഗവാന് വേണ്ടി നിവേദ്യം കുക്കിയും എല്ലാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം പ്രഭുപാദിൻ്റെ കാരുണ്യമാണ്. എന്നിട്ട് ഞാനിപ്പോൾ ഇതെല്ലാം പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ കുറച്ച് കെയർഫുള്ളായിട്ടിരിക്കുക. കാരണം പല ആൾക്കാരും പൊതുവേ നമ്മൾ മലയാളികൾക്ക് ഭഗവാനെക്കുറിച്ച് അറിയാൻ വലിയ താല്പര്യമാണ്. നമുക്ക് ആകാംക്ഷ വളരെ കൂടുതലാണ്, ഇൻക്യൂസിറ്റീവ്നെസ്. ഒരുപാട് നമുക്ക് താല്പര്യമുണ്ട് ഭഗവാനെക്കുറിച്ച് അറിയാൻ. പക്ഷേ ഈ അറിയാനുള്ള ആ ഒരു ത്വരയെ, അല്ലെങ്കിൽ ഇത് നല്ലൊരു ഗുണമാണ്. നമുക്ക് എപ്പോഴും അതോ ജിജ്ഞാസ കൂടുതലാണ് നമുക്ക് മലയാളികൾക്ക്. അന്നേരം ആ ഒരു ക്വാളിറ്റിയെ പല ഗ്രന്ഥകർത്താവും ചൂഷണം ചെയ്യാറുണ്ട്. അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് അറിയാൻ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പല രീതിയിലുള്ള നമ്മൾ അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പലതിൻ്റെയും അർത്ഥം അന്വേഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഗ്രന്ഥങ്ങളൊക്കെ എഴുതുന്നുള്ളൂ. എന്തിനു വേണ്ടി? അവർ പോപ്പുലർ ആവാൻ വേണ്ടി, അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ എല്ലാവരും വായിക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? അതിനു വേണ്ടി അവരെന്ത് ചെയ്യുമെന്നറിയാമോ? ശാസ്ത്രത്തിലുള്ള നിയമനിബന്ധനകളൊന്നും പ്രോപ്പർലി ഇപ്പം പ്രഭുപാദ്ജി സ്ത്രീജനങ്ങൾക്കും ദീക്ഷ കൊടുത്തതിൻ്റെ അർത്ഥം ആ നിയമം കട്ട് ചെയ്തില്ല. മനസ്സിലായില്ലേ? നിയമം ലംഘിക്കുകയല്ല. എന്താണോ ആ ദീക്ഷയ്ക്ക് വേണ്ടിയുള്ള നിയമനിബന്ധനകൾ അത് സ്ത്രീജനങ്ങൾക്കും ബാധകമാണ്. അങ്ങനെയാണ് വെച്ചത്. അല്ലാതെ നിയമനിബന്ധനകളൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ജപിക്കാം, അത് തെറ്റാണ്. മനസ്സിലായില്ലേ? അത് തെറ്റാണ്. ഇപ്പം ആണുങ്ങളാണെങ്കിലും ഗായത്രി മന്ത്രം ജപിക്കണമെങ്കിൽ അതിൻ്റെ റൂൾസ് പാലിക്കണം. മനസ്സിലായില്ലേ? അന്നേരം റൂൾസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഓഫീസിൽ പോകണമെങ്കിൽ, ഇപ്പോൾ ഒരു ജോലി സ്ഥലത്ത് ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട്. അതായത് ഓഫീസ് ടൈം രണ്ടുപേർക്കും ബാധകമാണല്ലോ, അല്ലേ? രണ്ടുപേരും ആ ഒരു എന്തിനു വേണ്ടിയാണോ അവിടെ വർക്ക് ചെയ്യുന്നത് ആ വർക്ക് എന്തായാലും ചെയ്യണ്ടേ? അതുകൊണ്ടാണല്ലോ രണ്ടുപേർക്കും ജോലി കൊടുക്കുന്നത്. അന്നേരം അവിടെ ജോലി കൊടുത്തതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റൂ. അതേപോലെ തന്നെ അന്നേരം ആ ഒരു ദീക്ഷ കൊടുക്കുമ്പോൾ ആരാണോ ആ നിയമനിബന്ധനകൾ പാലിക്കാൻ തയ്യാറായിട്ടുള്ളവർ അവർക്കെല്ലാം ആ ഒരു ദീക്ഷ കൊടുക്കാം എന്നുള്ള ഒരു പ്രോസസ്സ് പ്രഭുപാദ് കൊണ്ടുവന്നു. അന്നേരം ഈ മന്ത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദീക്ഷ എടുത്ത ഭക്തജനങ്ങളാണെങ്കിൽ പോലും ഈ മന്ത്രം ഉറക്കെ ജപിക്കാൻ പാടില്ല. ഗായത്രി മന്ത്രം, പിന്നെ ഹിരീം ക്ലീം അങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ അതൊന്നും ഉറക്കെ പറയാനേ പാടില്ല.
പലപ്പോഴും ആൾക്കാർ പറയും ഈ മന്ത്രം ജപിച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടും, അത് ജപിച്ചാൽ ഇത് കിട്ടും. എന്താണെന്ന് വെച്ചാൽ അവർക്കെല്ലാം ഗുരുവാവാൻ താല്പര്യമാണ്. മനസ്സിലായില്ലേ? അതായത് നമുക്ക് ഈ പുതിയ ആകാംക്ഷയോടുകൂടി നമ്മൾ പലതും ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ ഉടനെ ഇവർക്ക് ഭയങ്കര കണ്ടോ ഞാൻ നിങ്ങൾക്ക് മന്ത്രം നൽകുകയാണ്. ഉടനെ നമ്മൾ എന്ത് പറ്റും, മന്ത്രം നൽകുന്ന എല്ലാവരോടും നമുക്ക് വളരെ ഒരു ബഹുമാനം തോന്നും. ഇത് നമ്മുടെ എന്താ പറയുക, മലയാളികളുടെ ഒരു സത്സ്വഭാവമാണെന്നുള്ളതാണ്. എല്ലാം കൊണ്ടും നമ്മൾ സത്യം പറഞ്ഞാൽ സരസ്വതി കടാക്ഷമുള്ള വ്യക്തികളാണ് നമ്മൾ മലയാളികളൊക്കെ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഭഗവാന്റെ വലിയൊരു കാരുണ്യം എന്ന് തന്നെ പറയാം. ഇപ്പോൾ സാക്ഷരതയിൽ നമ്മൾ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നു. അതിന് പ്രധാനമായിട്ടും ചിലപ്പോൾ ആ പരശുരാമ ഭഗവാന്റെ ഒരു കടാക്ഷം തന്നെയായിരിക്കും. കാരണം പരശുരാമ ക്ഷേത്രമാണ്, പരശുരാമൻ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനും കൂടാണ് അല്ലേ. ബ്രാഹ്മണനാണ്, ഭഗവാന്റെ തന്നെ ആ ഒരു പരമ്പരയിൽ വരുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കാം. അന്നേരം ആ ഒരു ബ്രാഹ്മണ്യ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. പ്രത്യേകമായിട്ടും അദ്ദേഹത്തിൻ്റെ കാരുണ്യം ലഭിച്ചതിനാലാവാം നമുക്ക് എല്ലാവർക്കും ആ ഒരു ഗ്രന്ഥങ്ങൾ, വേദ അഭ്യസനത്തിലൂടെയൊക്കെ താല്പര്യം, വേദങ്ങൾ, ഉപനിഷത്തുകൾ, അതിലൂടെയൊക്കെ താല്പര്യം, പുരാണങ്ങളോടൊക്കെ നാച്ചുറലി എല്ലാവർക്കും ആകാംക്ഷയാണെന്നുള്ള ഭഗവാനെക്കുറിച്ച് അറിയാൻ, അറിവ്, ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ നമുക്ക് കൂടുതൽ താല്പര്യമുള്ളതാണ് സ്വമേധയ എല്ലാവർക്കും. പക്ഷെ പലപ്പോഴും നമുക്ക് വഴിയിൽ തെറ്റ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള വഴിയിലല്ല നമ്മൾ പോകുന്നത്. ചിലപ്പോൾ വഴി തെറ്റിപ്പോകും. ആ ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ. കറക്റ്റ്. ഒരാൾ പറഞ്ഞു ഇതിൻ്റെ ഇതൊന്നും അറിയാതെ പല ആൾക്കാരും വേദങ്ങൾ ഉച്ചരിക്കുന്നു അങ്ങനെയൊക്കെ. പിന്നെ ഒരാൾ ചോദിക്കുന്നു പീരിയഡ്സിൻ്റെ സമയത്ത് ജപിക്കാം ജപമാലയിൽ. പീരിയഡ്സിൻ്റെ സമയത്ത് നമുക്ക് ജപിക്കാം, പക്ഷെ ജപമാലയിൽ ജപിക്കരുത്. ജപമാല മാറ്റി വെച്ചിട്ട് നമുക്ക് കൗണ്ടർ യൂസ് ചെയ്യാം, ഡിജിറ്റൽ കൗണ്ടറെ. അല്ലെങ്കിൽ വിരലിൽ ജപിക്കാം, അല്ലെങ്കിൽ മൊബൈലിൽ ജപിക്കാം. എന്നിട്ട് വായിക്കുന്നതൊക്കെ മൊബൈലിലാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ മറ്റ് മന്ത്രങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഗായത്രി മന്ത്രം, പിന്നെ ഹ്രീം ക്ലീം അങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ, അതൊക്കെ ദീക്ഷ എടുത്തതിന് ശേഷമേ ജപിക്കാൻ പാടുള്ളൂ. ഉപനയന കർമ്മം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അല്ലാതെ ജപിക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. ഇനിയിപ്പോൾ ഓൾറെഡി ജപിച്ചിട്ടുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട, ഭഗവാനോട് ക്ഷമ ചോദിക്കാം. അത് മാറ്റാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും മാറ്റണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ എന്തായാലും അത് ജപിച്ചിട്ട് പിന്നെ പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. ഹരേ കൃഷ്ണ. ഗായത്രി കുഞ്ഞ് എന്തോ ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ കണ്ടില്ല കേട്ടോ, ക്ഷമിക്കണം. അന്നേരം ആ ഒരു ഈ ഗായത്രി ദീക്ഷ ലഭിക്കാതെ, ബ്രാഹ്മൺ ദീക്ഷ ലഭിക്കാതെ നമ്മൾ ഒരിക്കലും ഹ്രീം ക്ലീം അങ്ങനെയുള്ള മന്ത്രങ്ങളൊന്നും ജപിക്കാതിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. പിന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്രം തീർച്ചയായിട്ടും ജപിക്കുക. അത് മഹാശക്ത മന്ത്രമാണ്, മഹാമന്ത്രമാണ്. അത് ആർക്കും ജപിക്കാം, റൂൾസോ റെഗുലേഷൻസോ ഒന്നുമില്ല. അതുകൂടാതെ ആ മന്ത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമോന്നത തലത്തിലേക്ക് നമ്മളെ ഉയർത്തുകയാണ്, ഭഗവാന്റെ ധാമത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. പിന്നെ പൊതുവേ സീക്രട്സ് ഒന്നും ഗായത്രി മന്ത്രത്തിൻ്റെ പറയാൻ പാടില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് എല്ലാവരും ചിലപ്പോൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പറയുവാണ്. പല പല ഗായത്രി മന്ത്രമുണ്ട്, മനസ്സിലായില്ലേ? അന്നേരം പൊതുവേ നമ്മളെ ഭൗതിക അസ്തിത്വത്തിൽ നിന്നും ഉയർത്തുന്ന ഗായത്രിയുണ്ട്. അന്നേരം ഭൗതിക തലത്തിൽ നമ്മളെ ഉയർത്തും. അന്നേരം നമ്മൾ നാമം ജപിക്കുന്ന സമയത്ത് ഈ ഗായത്രി മന്ത്രം ജപിച്ചാലും ഗായത്രി മന്ത്രം ജപിച്ചില്ലെങ്കിലും നമ്മളെ ഗോലോകത്തിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഹരേകൃഷ്ണ മന്ത്രമാണ്. ഹരേകൃഷ്ണ മന്ത്രം ജപിക്കാതെ നമുക്ക് ഗോലോക വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. ഹരേകൃഷ്ണ മന്ത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗോലോക വൃന്ദാവനത്തിലേക്ക് എത്തിക്കുന്നത്. എത്രത്തോളം നമ്മൾ ഹരേകൃഷ്ണ മന്ത്രം ജപിക്കുന്നോ അതിൻ്റെ അടിസ്ഥാനത്തിൽ, മനസ്സിലായില്ലേ? പക്ഷേ ഇങ്ങനെയുള്ള ഈ ഒരു ഗായത്രി മന്ത്രത്തിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക അസ്തിത്വത്തിൽ നിന്നും പെട്ടെന്ന് ഉയരാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ഉപനയനം ലഭിച്ച എല്ലാവർക്കും ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവും. ഞാൻ ഓപ്പൺലി പറയുന്നില്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, പക്ഷെ പറയുന്നുമില്ല. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുമോ? കാരണം നമുക്ക് ഗായത്രി ദീക്ഷ ലഭിക്കുമ്പോൾ ഗുരുവിന് നമ്മളൊരു വാക്ക് കൊടുക്കും. ഗുരുവിൻ്റെ പെർമിഷൻ ഇല്ലാതെ ആർക്കും അതിൻ്റെ രഹസ്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കരുത്. അതുകൊണ്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള റിസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് പറഞ്ഞു തരാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? പക്ഷെ എന്നാലും പറയാതെ ഇൻഡയറക്റ്റ്ലി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാണ്. അന്നേരം
വിഷ്ണു സഹസ്രനാമം ജപിക്കാം. വിഷ്ണു സഹസ്രനാമം ജപിക്കാം, തീർച്ചയായിട്ടും ജപിക്കാം. ഓക്കെ. അന്നേരം പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാമി. രാമനാമം ജപിക്കുന്നത് എന്താണ്? ഒരു രാമനാമത്തിന് തത്തുല്യമാണ് വിഷ്ണു സഹസ്രനാമം. ഭഗവാന്റെ 1000 ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നലെ നമ്മൾ പഠിച്ചില്ലേ, ഭീഷ്മ പിതാമഹൻ പറയുന്നത് ഈ മുന്നിൽ നിൽക്കുന്ന കൃഷ്ണൻ ആരാണ്? ആ വിഷ്ണുവിൻ്റെ 1000 ഗുണങ്ങളെ കുറിച്ചില്ല, ആ ഗുണങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്. അതാണ് ഉദ്ദേശിക്കുന്നത് വിഷ്ണു സഹസ്രനാമത്തിൽ. 1000 വിഷ്ണുവിൻ്റെ ഗുണങ്ങളാണ് ഇദ്ദേഹത്തിനുള്ളത്. ഒരു ചുരുക്കം പറഞ്ഞതാണ്. അതിനകത്ത് അതാണ് വിഷ്ണു സഹസ്രനാമം. അങ്ങനെ ഡയറക്റ്റ്ലി നമ്മൾ കൃഷ്ണ എന്ന് പറഞ്ഞാലും വിഷ്ണു സഹസ്രനാമം പറഞ്ഞാലും സെയിമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രത്തെ മഹാമന്ത്രം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, അന്നേരം നമ്മൾ ബ്രാഹ്മൺ ദീക്ഷ ഗായത്രി മന്ത്രം ജപിച്ചാലും ഇല്ലെങ്കിലും ഗായത്രി മന്ത്രം എന്തായാലും 3 സന്ധ്യകളിൽ കൂടുതലായിട്ട് നമ്മൾ ജപിക്കാൻ പാടില്ല. 3 സന്ധ്യ സമയത്താണ് നമ്മൾ ആ ഒരു പ്രപഞ്ചത്തിലുള്ള ആ ഒരു അതീന്ദ്രിയ ശക്തിയെ നമ്മൾ നമസ്കരിക്കുന്നത്, ഭഗവാന്റെ അതീന്ദ്രിയ ശക്തിയെ. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ ജപിച്ചു തുടങ്ങുന്നത്. അന്നേരം ഈ ബ്രാഹ്മൺ ദീക്ഷ ലഭിക്കുമ്പോൾ നമുക്ക് ബ്രാഹ്മൺ ദീക്ഷ ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ മാത്രമേ നമുക്ക് ഗോലോകത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. മനസ്സിലായില്ലേ? അന്നേരം ഈ ഒരു ഹരേ കൃഷ്ണ മന്ത്രം, ഈ ഹരേ കൃഷ്ണ മന്ത്രമാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഗോലോക വൃന്ദാവനത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പോകുന്ന ചാവി. അന്നേരം ഈ ബ്രാഹ്മൺ ദീക്ഷ ലഭിച്ച് നമ്മൾ ഗായത്രി ജപിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാവും ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ. അതാണ് മെയിനായിട്ടുള്ള ബെനിഫിറ്റ്. മനസ്സിലായില്ലേ? അന്നേരം ആ ബ്രാഹ്മൺ ദീക്ഷ ലഭിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സത്വഗുണത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. പക്ഷേ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഗായത്രി മന്ത്രം ജപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഗോലോകത്തിൽ പ്രവേശിക്കണമെന്നില്ല. ഗോലോക വൃന്ദാവനത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചേ പറ്റൂ. ഇത് പരമമായിട്ടുള്ളൊരു സത്യമാണ്. അന്നേരം ബ്രാഹ്മൺ ദീക്ഷ ലഭിച്ചാലും ബ്രാഹ്മൺ ദീക്ഷ ലഭിച്ചില്ലെങ്കിലും നമ്മളെ യഥാർത്ഥത്തിൽ ഗോലോകത്തിൽ എത്തിക്കുന്ന ഏതാണ്? ഭഗവാന്റെ ഹരേ കൃഷ്ണ മഹാമന്ത്രം. അതുകൊണ്ട് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാതെ എത്ര വലിയ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. യജ്ഞങ്ങൾ ചെയ്യുന്നു പറഞ്ഞിട്ടും കാര്യമില്ല. ഗായത്രി മന്ത്രം ജപിക്കുന്നു പറഞ്ഞിട്ടും കാര്യമില്ല. മനസ്സിലായില്ലേ? അതായത് ഈ ഗായത്രി എന്ന് പറയുന്നത് ആ 3 സമയങ്ങളിൽ മാത്രമേ ജപിക്കാൻ പാടുള്ളൂ. ഇനി പല പല ഗായത്രികളുണ്ട്. അന്നേരം ഓരോ ഗായത്രി ലഭിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങളാണുള്ളത്. ആ ഗായത്രി മന്ത്രം വഴി നമ്മൾ ഏത് ദേവനെയാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു ദേവന്റെ ബീജമന്ത്രമാണ് ആ ഗായത്രി എന്ന് പറയുന്നത്. അന്നേരം ഗുരു ശിഷ്യ പരമ്പര അനുസരിച്ചാണ് നമുക്ക് ആ ഒരു മന്ത്രം ലഭിക്കുന്നത്. അന്നേരം നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ ഒരു പ്രധാന മന്ത്രമുണ്ട്. അത് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ബ്രാഹ്മൺ ദീക്ഷ ലഭിക്കുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒരു മന്ത്രമാണ്. അത് നമ്മളെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സീക്രട്ട് മന്ത്രമാണ്. അന്നേരം അത് നമ്മൾ ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുമ്പോൾ കൂടുതൽ ഈസി ആയിരിക്കും. അത് നമ്മളെ ഭഗവാനുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിലൊക്കെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളായിരുന്നു. ശ്രീല പ്രഭുപാദിയുടെ കാരുണ്യമാണ്. അമ്മമാർ നല്ല സിൻസിയറാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ പ്രചരണാർത്ഥം, അതുകൂടാതെ പലപ്പോഴും ആ ഒരു ചില അമ്മമാർക്കൊന്നും ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടില്ല. അങ്ങനെയുള്ള ഇതൊക്കെ മനസ്സിലാക്കി പ്രഭുപാദ് വിചാരിച്ചു എന്തായാലും ആ സ്ത്രീ ജനങ്ങൾക്കും ദീക്ഷ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ശ്രീല പ്രഭുപാദി ആദ്യമായിട്ട് ആ ഒരു പ്രോസസ്സ് തുടങ്ങിയത്. ഞാൻ ഇതെല്ലാം പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ ഗായത്രി മന്ത്ര ജപം ദീക്ഷ എടുക്കാതെ നമ്മൾ ചെയ്യാൻ പാടില്ല. അതല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് എഫക്ട്സ് ഉണ്ട്. അതുകൊണ്ട് പറ്റുമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം. പിന്നെ അതേപോലുള്ള ഹ്രീം ക്ലീം അങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ 4ാമത്തെ അധ്യായം തുടങ്ങാനിരിക്കുകയാണ്. പക്ഷേ ഈ മന്ത്രത്തിൻ്റെ കുറച്ച് ഡിസ്കഷനായി കുറച്ച് സമയം പോയി. എന്നാലും നമുക്ക് ചുരുക്കത്തിൽ ഒന്നും കൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്യാം.
എന്നിട്ട് 4-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് ഒരു ശ്ലോകമെങ്കിലും ചർച്ച ചെയ്യാൻ ശ്രമിക്കാം. അന്നേരം ഈ ഒരു കർമ്മയോഗത്തിൻ്റെ അവസാനത്തെ ഈ ഒരു സെക്ഷൻ അല്ലേ, ഇതിൽ ഭഗവാൻ പറഞ്ഞിട്ട് എന്താ നിർത്തുന്നത്? ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്ഥാഭ്യാത്മനമാത്മന ജാഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദ. അന്നേരം നമ്മൾ ഇന്ദ്രിയങ്ങളെക്കാട്ടിയും മനസ്സിനെക്കാട്ടിയും ബുദ്ധിയെക്കാട്ടിയും അതീന്ദ്രിയമാണ്, നമ്മൾ ആത്മാവാണ് എന്നുള്ളൊരു സത്യത്തെ മനസ്സിലാക്കി ഈ കാമത്തെ തോൽപ്പിക്കാനാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നത്. മനസ്സിലായില്ലേ? അന്നേരം ഈ കാമമാണ് നമ്മളെ കൊണ്ട് എല്ലാവിധ തെറ്റുകളും ചെയ്യിപ്പിക്കുന്നത്. കാമം എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ് ആ കാമം? കാമം നമുക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടും ബലാത്കാരേണ നമ്മളെ ഒരു വഴിയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അതായത് അമിതമായിട്ടുള്ള ഒരു താല്പര്യത്തെയാണ് കാമം എന്ന് പറയുന്നത്. അതിതീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങൾ. ആ അതിതീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മളെ വഴിതെറ്റിക്കുന്നു. അന്നേരം അർജുൻ്റെ പ്രധാന ചോദ്യം എന്തായിരുന്നു? താല്പര്യം ഇല്ലാഞ്ഞിട്ട് ഒരു വ്യക്തി എന്തുകൊണ്ടാണ് പാർത്ഥസാരഥി ഭഗവാനെ കേശവ ഒരു വഴിതെറ്റി സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണ്? അന്നേരം ഭഗവാൻ പറഞ്ഞ എന്താണ്? അത് നിത്യവൈരിന, ഏറ്റവും വലിയ ശത്രുവായ കാമമാണ്. എന്നാൽ ഈ കാമം എന്തുകൊണ്ട് വരുന്നു? രജോ ഗുണസമുദ്ഭവ, രജോ ഗുണത്താൽ ഉദ്ഭവിക്കുന്നു. മനസ്സിലായില്ലേ? അന്നേരം ഈ കാമമാണ് പിന്നെ ക്രമേണ എന്തായിട്ട് മാറുന്നത്? ക്രോധമായിട്ട് മാറുന്നത്. ഒരു വിഷയത്തിലേക്കുള്ള അതിതീവ്രവും അനിയന്ത്രിതമായിട്ടുള്ള രജോ ഗുണം, പാഷൻ നല്ലതാണ്, പക്ഷേ അനിയന്ത്രിതമായിട്ടുള്ള ഇതെന്താണ്? അത് നമ്മളെ തെറ്റായിട്ടുള്ള ദിശയിലേക്ക് എത്തിക്കുന്നു. അതാണ് കാമം എന്ന് പറയുന്നത്. അത് നമ്മൾ ഇതിനു മുമ്പേ ചർച്ച ചെയ്തു. കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൈംഗിക ബന്ധത്തെ ഉദ്ദേശിച്ച് മാത്രമല്ല, അധികാരത്തിനോടുള്ള കാമം, കാശിനോടുള്ള കാമം, ഇങ്ങനെ പല പല കാമങ്ങളാണ്. ഏത് ഭൗതിക അസ്തിത്വമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ കൂടുതൽ കൂടുതൽ അന്ധകാരത്തിലേക്ക് നയിക്കുന്ന ഏതൊരു വിഷയത്തെയും കാമം എന്നാണ് പറയുന്നത്, അല്ലേ? അന്നേരം ഇന്ദ്രിയങ്ങൾ, ആ കാമം ഇരിക്കുന്ന പ്രധാന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഇന്ദ്രിയങ്ങളിലിരിക്കുന്നു, മനസ്സിലിരിക്കുന്നു, ബുദ്ധിയിലിരിക്കുന്നു എന്നാണ് പറഞ്ഞു. അന്നേരം അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്ദ്രിയങ്ങളിൽ എങ്ങനെയാണ് കാമം ഇരിക്കുന്നത്? ആ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയവുമായിട്ടുള്ള ഒരു സമ്പർക്കം ലഭിച്ചപ്പോൾ ആ ഇന്ദ്രിയങ്ങൾക്ക് ആ ഒരു ഇന്ദ്രിയ സമ്പർക്കത്തിൻ്റെ, ഇന്ദ്രിയ വിഷയമായിട്ടുള്ള സമ്പർക്കത്തിൻ്റെ ഒരു സ്പർശനത്തിൻ്റെ ഒരു ഓർമ്മ ആ ഇന്ദ്രിയങ്ങൾക്കുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഉദാഹരണം നൽകി. എങ്ങനെയാണ്? നമ്മളൊരു അച്ചാർ ഒരിക്കൽ രുചിച്ചു കഴിഞ്ഞാൽ, അല്ലേ, അച്ചാർ രുചിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി, ഉടൻ തന്നെ നാവിൽ നിന്ന് വെള്ളം വീഴും. കറക്റ്റ് അല്ലേ? അതേപോലെ തന്നെ അന്നേരം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഇതിനു മുമ്പേ ലഭിച്ച ഇന്ദ്രിയ വിഷയമായിട്ടുള്ള ഒരു സമ്പർക്കം, അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഇന്ദ്രിയങ്ങളിൽ സൂക്ഷ്മമായിട്ട് കിടപ്പുണ്ട്. അന്നേരം പിന്നെ ആ ഒരു ഇന്ദ്രിയ വിഷയം ഇന്ദ്രിയത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ കുതിര എങ്ങനെയാണ് അങ്ങോട്ട് ചാടാൻ തുടങ്ങുന്നത്, അതേപോലെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയത്തിലേക്ക് എടുത്ത് ചാടാൻ തുടങ്ങുന്നുള്ളതാണ്. അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് കാമം ഇന്ദ്രിയങ്ങളിൽ ഒളിച്ചു കിടപ്പുണ്ട്. അതുകൂടാതെ മനസ്സിൽ കാമം ഒളിച്ചു കിടപ്പുണ്ട്. എങ്ങനെയാണ്? ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ടുള്ള സമ്പർക്കം എങ്ങനെ കൂടുതൽ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ ഇങ്ങനെ ഇട്ട് ആടുകയാണ്. ഇതിനു മുമ്പേ ലഭിച്ച ആസ്വാദനം, അതിൻ്റെ ആ ഒരു ചിന്തകൾ മനസ്സിലുണ്ട്. അതായത് ഇതിനു മുമ്പേ ലഭിച്ച ആസ്വാദനത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇനി മുന്നോട്ട് ലഭിക്കാൻ പോകുന്ന ആസ്വാദനം അതിനെക്കുറിച്ച് ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ ഇമാജിൻ ചെയ്ത് അവർ അതിനെക്കുറിച്ച് ചിന്തിച്ച് ആ ചിന്തകൾ കൂടുതൽ ശക്തമായി അത് സ്വന്തം ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന രീതിയിൽ അവർ അതിനെ ഇമാജിൻ ചെയ്യാൻ തുടങ്ങും. മനസ്സിലായില്ലേ? ഇത് ഞാൻ കൂടുതൽ വിശദീകരിച്ച് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കൂടുതൽ പോണോഗ്രാഫി കണ്ട് മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്ത് അവരുടെ വീര്യം ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇത് കാരണമാണ്, കാമം. അന്നേരം ആ ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള ഇന്ദ്രിയ വിഷയത്തിൻ്റെ സമ്പർക്കം, അതുകൂടാതെ അതിനെക്കുറിച്ചുള്ള മനസ്സിലുള്ള ചിന്തകൾ, അതും കൂടാതെ ബുദ്ധി വെച്ചിട്ട് നമ്മുടെ ആ ഒരു സൂക്ഷ്മതലത്തിൽ, ഈ ഒരു ബ്രെയിൻ അല്ല, സൂക്ഷ്മതലത്തിൽ മനസ്സിനും അപ്പുറത്തായിട്ടുള്ള ബുദ്ധി നിയന്ത്രിക്കുന്നത് മനസ്സ് വഴിയാണ്.
ബുദ്ധിയാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത്. ഇപ്പം മനസ്സ് പല പല ചിന്തകളും ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ബുദ്ധിയാണ് പറയേണ്ടത് ഇത് വേണം ഇത് വേണ്ട എന്ന് തീരുമാനം എടുക്കേണ്ട ബുദ്ധിയാണ്. പക്ഷെ ബുദ്ധി ഭ്രമിച്ചു പോയി കഴിഞ്ഞാൽ, ബുദ്ധിയും മന്ദബുദ്ധിയായി കഴിഞ്ഞാൽ, അത് നമ്മൾ പറയില്ല മന്ദബുദ്ധി അല്ലെങ്കിൽ ദുർബുദ്ധി എന്ന് പറയത്തില്ലേ, അന്നേരം മന്ദബുദ്ധി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ആ കാമം ബുദ്ധിക്കകത്ത് കയറിപ്പോയി. ബുദ്ധി പ്ലാൻ ചെയ്ത് തുടങ്ങുകയാണ് എല്ലാം തെറ്റായിട്ടുള്ള ദിശകളിലേക്ക്. അന്നേരം ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തെക്കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൂടാതെ മനസ്സിൽ പണ്ട് ലഭിച്ച ആ ഒരു ആസ്വാദനത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഇനി ആസ്വാദനം ലഭിക്കാൻ പോവുകയാണെന്ന് മനസ്സിങ്ങനെ ഇമാജിൻ ചെയ്ത് ഇങ്ങനെ ഒരു സ്വപ്നലോകത്തിലേക്ക് പോകും. ഇത് രണ്ടിൻ്റെ ഇടയിലാണ് മനസ്സിരിക്കുന്നത്. ഇനി ബുദ്ധി എന്താണ്, ഇപ്പോൾ ഈ നിമിഷം എങ്ങനെ ആ ആസ്വാദനം ലഭിക്കാം എന്നതിന് വേണ്ടി പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്നേരം ഈ 3 രീതിയിലാണ് നമ്മുടെ ഉള്ളിൽ കാമം കയറുന്നത്. ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ടുള്ള സമ്പർക്കം, അതുകൂടാതെ മനസ്സിലുള്ള കഴിഞ്ഞ എക്സ്പീരിയൻസ്, ഇനി ലഭിക്കാൻ പോകുന്ന എക്സ്പീരിയൻസ്, അതുകൂടാതെ ബുദ്ധി എങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ ലഭിക്കാം എന്നതിന് വേണ്ടി പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ നമ്മുടെ ഈ കാമം, നമ്മുടെ ഉള്ളിലുള്ള കാമം ഇന്ദ്രിയങ്ങളെ തെറ്റായിട്ടുള്ള ദിശയിലേക്ക് കൊണ്ടുവന്ന് മനസ്സിനെ അശാന്തതയിലേക്ക് ഇടുന്നു, ബുദ്ധിയെ മന്ദബുദ്ധിയാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ആത്മാവ് നിസ്സഹായ അവസ്ഥയിൽ ഒരു ശാന്തതയില്ലാതിരിക്കുകയാണ്. അന്നേരം ഭഗവാൻ എന്താണ് വഴി പറയുന്നത്? നമ്മൾ ഇന്ദ്രിയങ്ങളല്ല, മനസ്സിലായില്ലേ? നമ്മൾ മനസ്സല്ല. ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഉയർന്നതാണ് മനസ്സ്, മനസ്സിൽ നിന്ന് ഉയർന്നതാണ് ബുദ്ധി, ബുദ്ധിയിൽ നിന്ന് ഉയർന്നതാണ് നമ്മൾ എന്ന് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? അന്നേരം അത് നമ്മുടെ ബുദ്ധിയെ കൂടുതൽ ശക്തമാക്കിയാലേ പറ്റൂ, ആത്മീയ ശക്തി കൊണ്ട്. മനസ്സിലായില്ലേ? അതാണ് ഭഗവാൻ ഇപ്പോൾ എവിടെ ഈ ഒരു അവസാന ശ്ലോകത്തിൽ അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ എടുത്തു പറയുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്ഥാഭ്യാത്മനമാത്മന ജാഹി ശത്രും മഹാബാഹോ കാമരൂപ ദുരാസതം. അന്നേരം ആത്മന ഈ മനസ്സിനെ നീ നിയന്ത്രിക്കും. എങ്ങനെ? ആത്മീയ ശക്തി കൊണ്ട്, ആ ബുദ്ധിയെ സ്ട്രോങ് ആയിട്ടുള്ള ബുദ്ധി കൊണ്ട്. ജാഹി ശത്രും മഹാബാഹോ കാമരൂപ ദുരാസതം. അന്നേരം ബുദ്ധിയെ സ്ഥിരമാക്കിയേ പറ്റൂ. ബുദ്ധി എങ്ങനെ സ്ഥിരമാക്കാം? ഇങ്ങനെയുള്ള സത്സംഗത്തിലൂടെ. അപ്പോൾ അസത് സംഘമാണ് നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ, അസത് സംഘം കൂടുതൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധി കൂടുതൽ മന്ദീഭവിക്കും എന്നുള്ളതാണ്. മനസ്സിലായി? ബുദ്ധിക്ക് ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴാണോ കൂടുതൽ സത്സംഗത്തിൽ ഏർപ്പെടുന്നത്, സത്സംഗത്തിലൂടെ നമ്മുടെ ബുദ്ധി കൂടുതൽ ശക്തമാവും. ശരിയും തെറ്റും ആയിട്ടുള്ള തീരുമാനങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട്. ഇപ്പോൾ വഴിതെറ്റി പോവുകയാണ് നമ്മൾ. അന്നേരം ആത്മീയ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധിയെ ശക്തമാക്കണം. എന്നിട്ട് ആ ശക്തമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മനസ്സിനോട് നോ പറയാൻ പഠിക്കണം. അങ്ങനെ മനസ്സിനോട് നോ പറയാൻ പറ്റുമ്പോൾ മനസ്സ് ഇന്ദ്രിയങ്ങളോട് നോ പറയും. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ ഇന്ദ്രിയ വിഷയത്തിലേക്ക് എടുത്ത് ചാടാനായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് മനസ്സ് അതിനുവേണ്ടി സഹായിക്കുകയാണ് ചിന്തകൾ കൊണ്ട്. ചിന്തകൾ കൂടുന്നതിനനുസരിച്ച് ഇന്ദ്രിയങ്ങൾക്ക് ഊർജം കൂടുതൽ ലഭിക്കും എന്നുള്ളതാണ്. ചിന്തകളിലൂടെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൂടുതൽ ശക്തമാകുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ചാറ് കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി, ഉടൻ തന്നെ നാവിൽ നിന്ന് വെള്ളം വരും. മനസ്സിലായില്ലേ? അന്നേരം ചിന്തകളിലൂടെയാണ് നാവിൽ വെള്ളം വരുന്നത്. അന്നേരം നമ്മൾ ആ ചിന്തകളെ നിയന്ത്രിക്കുകയാണെങ്കിൽ നാവിൽ വെള്ളം വരത്തില്ല. മനസ്സിലായില്ലേ? അന്നേരം ആ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന എന്തുകൊണ്ടാണ്? മനസ്സ് അനിയന്ത്രിതമാകുമ്പോഴാണ്. അന്നേരം മനസ്സിൽ തന്നെ, തുടക്കത്തിൽ തന്നെ മനസ്സിൽ വരുന്ന ആ ചിന്തകളെ നിയന്ത്രിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഇന്ദ്രിയങ്ങൾ വരെ എത്തത്തില്ല. അന്നേരം മനസ്സിനെ നിയന്ത്രിക്കണത് എന്താണ്? ബുദ്ധിയെ ശരിയായിട്ടുള്ള ദിശയിലേക്ക് നമ്മൾ ഉപയോഗിക്കണം.
ബുദ്ധിയെടുത്ത് പഠിപ്പിക്കണം, ബുദ്ധിയെ പഠിപ്പിക്കണം. ഇത് വേണ്ട, ഇത് വേണം എന്ന് നമ്മൾ ബുദ്ധിയെ പഠിക്കണം. ബുദ്ധിയെ പഠിപ്പിക്കണമെങ്കിൽ എന്താണ്? നോ പറയാൻ പഠിക്കണം. നോ പറയാൻ പഠിക്കണമെങ്കിൽ എന്താണ്? അത്രത്തോളം നമുക്ക് ചങ്കൂറ്റം വേണം. ചങ്കൂറ്റം വേണമെങ്കിൽ എന്താണ്? ആത്മബലം വേണം. ആത്മബലം വേണമെങ്കിൽ ആത്മീയ കാര്യങ്ങൾ കൂടുതൽ ചെയ്യണം. അതാണ് ശ്രീ പ്രഭുപാദി പറയുന്നത്. ആത്മബലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കാര്യത്തിനോട് നോ പറയാൻ പറ്റൂ. ഞാൻ ഉദ്ദേശിച്ചത് ഇന്ദ്രിയ വിഷയങ്ങൾ, സുഖഭോഗ വസ്തുക്കളുടെ മുമ്പിൽ നമുക്ക് നോ പറയാൻ പറ്റണമെങ്കിൽ നമ്മുടെ ആത്മബലം അത്രത്തോളം കൂടുതലായിരിക്കണം. ഇന്ന് രാവിലെ നമ്മൾ അർജുൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് പഠിച്ചു അല്ലേ? ആ അർജുൻ സ്വർഗലോകത്ത് പോയി അവിടെ അവിടെ ഉർവശി അർജുനോട് പറയുവാണ്, ഞാനുമായിട്ട് ആ ഒരു ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ ഉർവശി അതിന് തയ്യാറാകുന്നില്ല. മനസ്സിലായില്ലേ? ആ ഒരു തെറ്റായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് ഉർവശി ആഗ്രഹിച്ചിട്ടും അർജുൻ അതിന് തയ്യാറാവുന്നില്ല. ഹരേ കൃഷ്ണ, ആരൊക്കെയോ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒന്ന് സൈലന്റ് ആക്കിയോട്ടെ. അന്നേരം ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് ഇങ്ങനെ അനിയന്ത്രിതമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അതിൽ നിന്ന് ഇന്ദ്രിയങ്ങളേക്ക് പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കണം. അന്നേരം അതിന് അങ്ങനെ പറ്റണമെങ്കിൽ ഇപ്പോൾ പാർത്ഥൻ എന്തുകൊണ്ടാണ് അങ്ങനെ നോ പറയാൻ പറ്റിയത്? കാരണം പാർത്ഥൻ അത്രത്തോളം ആത്മബലം ഉണ്ടെന്നുള്ളതാണ്. അന്നേരം ആത്മബലം ഇല്ലാതെ നമുക്കൊരിക്കലും മനസ്സിനോട് നോ പറയാൻ പറ്റത്തില്ല. ആത്മബലം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയ ചിന്തകൾ കൂട്ടണം. മനസ്സിലായില്ലേ? അന്നേരം ആത്മീയ ചിന്തകൾ കൂട്ടണമെങ്കിൽ എന്താണ്? ആത്മീയ കാര്യങ്ങൾ കൂടുതൽ ചെയ്യണം. അതിനെന്താണ്? ഭഗവാന്റെ തിരുനാമ ജപം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം രാം ഹരേ ഹരേ. ഇങ്ങനെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ശക്തി കൂടുന്നു. അന്നേരം ആത്മീയ ശക്തി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സ് പല പല കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നാലും നമുക്ക് അതിനോട് ഒരിക്കലും യെസ് പറയാൻ തോന്നത്തില്ല. നമ്മളെപ്പോഴും അതിനോട് നോ മാത്രമേ പറയൂ. മനസ്സിലായില്ലേ? അന്നേരം നമ്മൾ ആത്മാവും നമ്മുടെ മനസ്സ് പല പല ചിന്തകളും ഇങ്ങനെ കൂട്ടിക്കൊണ്ട് ഇത് ചെയ്യാം അത് ചെയ്യാം എന്നൊക്കെ നമുക്ക് പല രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞ് നൽകിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? പക്ഷെ എപ്പോഴാണോ നമ്മൾ നമ്മുടെ മനസ്സിനോട് നോ പറയാൻ പഠിക്കുന്നത്, അന്നേരം നമ്മൾ വിജയിച്ചു എന്ന് മനസ്സിലാക്കണം. അതുവരെ വലിയ ചലഞ്ചാണ്. അതിന് നമ്മൾ ആത്മീയ ബലം കൂട്ടിയേ പറ്റൂ. എത്രത്തോളം നമ്മൾ ഈ അവിഹിത ബന്ധങ്ങൾ പുലർത്തുന്നോ, അല്ലെങ്കിൽ മാംസഭക്ഷണം കഴിക്കുന്നോ, ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നോ, ചൂത് കളിക്കുന്നോ, ഇതിനനുസരിച്ച് നമ്മുടെ മനസ്സ് കൂടുതൽ ശക്തമാകും, ആത്മാവ് വീക്കായിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറയാം മൈൻഡ് പവർ വേണം. മൈൻഡ് പവർ അല്ല നമുക്ക് വേണ്ടത് സ്പിരിച്വൽ പവറാണ്. മൈൻഡ് എപ്പോഴും പവർഫുള്ളാണ്. മൈൻഡ് പവർഫുൾ ആയതുകൊണ്ടാണ് നമ്മൾ പ്രശ്നത്തിലിരിക്കുന്നത്. നമുക്ക് മൈൻഡ് പവർ അല്ല വേണ്ടത്, നമുക്ക് സ്പിരിച്വൽ പവറാണ് വേണ്ടത്. അന്നേരം ആത്മബലത്തെ കൂട്ടി മനസ്സിൻ്റെ ബലത്തെ കീഴ്പ്പെടുത്തണം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് നമ്മൾ ഏകാദശി എടുക്കുകയാണ്. നമ്മൾ തീരുമാനം എടുത്തു ഇന്ന് അന്നം കഴിക്കത്തില്ലെന്ന്. മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും വിശക്കുന്നു, കഴിച്ച് എന്തെങ്കിലും തന്നേ പറ്റൂ. നമ്മൾ പറയില്ല, പറ്റത്തില്ല എന്ന് പറയണം. അന്നേരം നല്ല സ്ട്രോങ് ആയിട്ട് പറയണമെങ്കിൽ അത്രത്തോളം നല്ല ശക്തമായിട്ടുള്ള ആത്മബലം വേണം. നല്ല ആത്മബലമുള്ള വ്യക്തികൾക്ക് മാത്രമേ നോ പറയാൻ പറ്റൂ. അന്നേരം എത്രത്തോളം നമ്മൾ ഇങ്ങനെ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു, ഏകാദശി വ്രതങ്ങൾ നോക്കുന്നു, ഇനി നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് പറയും മതി കേട്ടോ, മതി ജപം മതി ഒന്ന് നിർത്തുപോയി ജപം എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ എന്നിട്ടും ഇല്ല, പറ്റത്തില്ല, ജപിച്ചേ പറ്റൂ, കേൾക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? മനസ്സിന് വേറെ വഴിയില്ല. അന്നേരം മനസ്സിനെ കീഴ്പ്പെടുത്തണം നമ്മുടെ ആത്മീയ ബലം കൊണ്ട്. അന്നേരം മനസ്സിനെ എങ്ങനെ കീഴ്പ്പെടുത്താം? മനസ്സ് പറയുന്നത് നമ്മൾ എത്രത്തോളം നോ പറയുന്നോ അത്രത്തോളം നമ്മൾ മനസ്സിനെക്കാട്ടിയും ശക്തമാവും. മനസ്സ് പറയുന്നത് നമ്മൾ എത്രത്തോളം യെസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നോ അത്രത്തോളം നമ്മൾ മനസ്സിൽ നിന്നും വീക്കായിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അന്നേരം മനസ്സും ആത്മാവുമായിട്ടുള്ള അടിയാണ് എപ്പോഴും നടക്കുന്നത്.
എപ്പോഴും ഇവർ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? ഇതാണ് നടക്കുന്നത്. മനസ്സും ആത്മാവും തമ്മിൽ എപ്പോഴും അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും യുദ്ധമാണെന്നുള്ളത്. മനസ്സൊന്ന് പറയും, ആത്മാവിന് താല്പര്യമില്ല, പക്ഷെ ആത്മാവ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സ് പറയുന്നതിനനുസരിച്ച് ആത്മാവ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അടിയൻ. മനസ്സ് പറയുന്ന എല്ലാ ആത്മാവ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. യെസ്, അടിയൻ. അങ്ങനെ മനസ്സ് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. വില്ലാളി വീരനായിട്ട് എല്ലാം നമ്മളെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെയും ഭരിക്കുക, നമ്മുടെ ശരീരത്തെയും ഭരിക്കുകയാണ്. അങ്ങേരെ സ്വാമിയായിട്ട് അവിടെ ഇരിക്കുകയാണെന്നുള്ളത്. ആര്? മനസ്സ്. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിനോട് നോ പറയണം. സാധ്യമല്ല എന്ന് തന്നെ പറയണം. നമുക്ക് അങ്ങോട്ട് പോകാം, വേണ്ട. എന്നിട്ട് അങ്ങനെ കുറച്ച് സ്ട്രോങ് ആയിട്ട് പറഞ്ഞ് പഠിപ്പിക്കണം. പക്ഷെ അങ്ങനെ പറയണമെങ്കിൽ നമ്മളാണോ പറയുന്നത് അതോ മനസ്സാണോ പറയുന്നത് എന്ന് വേർതിരിച്ചറിയാൻ പഠിക്കണം. ഇത് വേർതിരിച്ച് പഠിക്കണമെങ്കിൽ ജപിക്കാൻ പഠിക്കണം. അവിടെ ആരാ അടിക്കുന്നത്? നടിക്കുന്നല്ല, കിച്ചണിലാണ്. അന്നേരം ഒരു സൗണ്ട് എഫക്റ്റിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നത്, ഈ കറക്റ്റ് സമയമാകുമ്പോൾ പാത്രം താഴെ ഇടണമെന്ന് പറഞ്ഞത്, അത് കറക്റ്റായിട്ട് വീണതാണ്. എല്ലാം നമ്മുടെ സെറ്റപ്പ് അല്ലേ. കുറച്ച് സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ വേണ്ടേ, എങ്കിലല്ലേ ഒരു ക്ലാസ്സിന് ത്രില്ല് വരും. അന്നേരത്തേക്ക് ആ ഒരു ആത്മാവും മനസ്സുമായിട്ട് നല്ല അടിയാണെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അന്നേരം മനസ്സ് പറയുന്നതിനനുസരിച്ച് ആത്മാവ് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആത്മബലം എങ്ങനെ കൂട്ടാം? ആത്മീയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ആത്മീയ കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ ആത്മബലം കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എത്രത്തോളം നാമം ജപിക്കുന്നോ, എത്രത്തോളം ഭഗവത്ഗീത പഠിക്കുന്നോ. അല്ല, ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഈ ഭഗവത്ഗീത ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബലം ഫീൽ ചെയ്യുന്നില്ല അവർക്കും. എനിക്ക് ഒരു ഭക്ത ഇങ്ങനെ മെസ്സേജ് ചെയ്തിരുന്നു, അവര് നോൺ വെജ് വിടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആഗ്രഹം കൊണ്ട് വിടണം, പക്ഷെ വലിയ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് എവിടെയോ എപ്പോഴും വിചാരിക്കും വിടണമെന്ന്, പക്ഷേ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, യെസ് ടുഡേ ഐ ഡിഡ് ഇറ്റ്. യെസ്, എനിക്ക് നോ പറയാൻ പറ്റി. ഞാൻ പറഞ്ഞു യെസ്, വെരി ഗുഡ്. മനസ്സിലായില്ലേ? അതാണ്, അതേപോലെയാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്. അന്നേരം ആ മനസ്സിനോട് നമുക്ക് നോ പറയാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുൾ ആവുകയാണ്. പിന്നെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ തന്നെ ഈ ആരാണോ അവരുടെ മനസ്സിനെ നിയന്ത്രിച്ചത് ആ മനസ്സ് അവരുടെ ഏറ്റവും വലിയ മിത്രമാണെന്ന് പറയും. ആരാണോ അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാത്തത് ആ മനസ്സെ അവരുടെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് പറയും. അന്നേരം അതേപോലെ തന്നെ തുടക്കത്തിൽ ഈ മനസ്സ് കുറച്ച് ടഫായിരിക്കും അല്ലേ? നമ്മുടെ ഈ സത്സംഗത്തിലുള്ള ഒരാൾ തന്നെ എന്നോട് പറഞ്ഞതാണ്. അദ്ദേഹം പൊതുവെ ആദ്യമൊന്നും അത്ര വിശ്വാസമൊന്നും ഇല്ലാത്ത ആളായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ ഈ ഇടയ്ക്ക് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പോയി, ഇത് അദ്ദേഹം ഓപ്പണായിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ്. അന്നേരം മെസ്സേജ് ഈ ഇടയ്ക്കാണ് വിളിച്ചത്. അദ്ദേഹം ഇപ്പം നമ്മൾ തമ്മിൽ നല്ല സുഹൃത്താണ്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, പ്രഭു ഞാൻ എങ്ങനെയാണ് ഇത് തുടങ്ങിയെന്നറിയാം. ഞാൻ പറഞ്ഞു എങ്ങനെയാണ്, കാരണം വളരെ രസകരമാണ് ഓരോ ഭക്തരെ എങ്ങനെയാണ് നമ്മുടെ സത്സംഗമായിട്ട് ചേർന്നത്. അന്നേരം അദ്ദേഹം പറയുമായിരുന്നു, അങ്ങനെ കേട്ടു ഇസ്കോൺ ഗുരുവായൂർ പേജ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ആദ്യമൊക്കെ കുറച്ച് നിരീശ്വരവാദമൊക്കെ ആയിരുന്നു. അങ്ങനെ പൊതുവെ ഇതിലൊന്നും താല്പര്യം ഇല്ലാത്തതാണ്. പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ ഹരിനാമം കേട്ടു അല്ലേ, ഹരിനാമ കീർത്തനം നടി ചിത്രയുടെ യൂട്യൂബ് ഇങ്ങനെ മാറ്റിക്കൊണ്ട് അത് കേട്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനുശേഷം ജ്ഞാനപ്പാനെ ഇഷ്ടപ്പെട്ടു. അത് ജ്ഞാനപ്പാനെയും വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ കേട്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ ഇസ്കോൺ ഗുരുവായൂർ പേജിൽ എത്തിപ്പറ്റി. അങ്ങനെ ഇസ്കോൺ ഗുരുവായൂർ പേജിൽ എത്തിപ്പറ്റിയപ്പോഴത്തേക്ക് ആരാണ് ഈ ക്ലാസ് എടുക്കാൻ നോക്കിയപ്പോൾ ദാ ഒരുത്തൻ ഇരിക്കുന്നു, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു മൊട്ടത്തലയും ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കേട്ടെന്നോ. കേട്ടപ്പോഴത്തേക്ക് അദ്ദേഹം വലിയ ഇഷ്ടമായി. അപ്പോൾ നമ്മൾ തമ്മിൽ നല്ല സുഹൃത്താണ്. മനസ്സിലായില്ല? അന്നേരം അങ്ങനെയാണ് നമ്മൾ എങ്ങനെയൊക്കെയോ ആദ്യമൊക്കെ നമ്മുടെ മനസ്സ് കുറച്ച് മടുക്കും. എനിക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും നമുക്ക് ഒരു മടുപ്പായിരുന്നു. എന്താണ് ഇങ്ങനെ അങ്ങനെ കുറച്ച് വ്യത്യസ്തമായിട്ട് എങ്ങനെയൊക്കെ തോന്നും. അത് ആക്ച്വലി നമ്മളല്ല, നമ്മുടെ മനസ്സാണ് കളിക്കുന്നത്. അന്നേരം തുടക്കത്തിൽ നമ്മുടെ മനസ്സ് കുറച്ച് മടുക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താണെന്നറിയോ, മനസ്സിന് പിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങും.
ആദ്യം മനസ്സിന് ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ പിന്നെ മനസ്സിന് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഈ സത്സംഗവും ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. പക്ഷെ ഇപ്പോഴും ചില ഏരിയകളിൽ മനസ്സ് കളിക്കുന്നുണ്ട് നമ്മുടെ. മനസ്സിലായില്ലേ? പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സ് നമ്മുടെ മിത്രമായിട്ടില്ല. ചില സമയത്ത് ഈ മനസ്സ് മിത്രഭാവത്തിൽ നിൽക്കുന്നു, ചില സമയത്ത് ശത്രുഭാവത്തിൽ നിൽക്കുന്നു. അന്നേരം പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിനെ നമുക്ക് എപ്പോഴാണോ നമ്മുടെ വശത്താക്കുന്നത് അപ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സ് നമ്മുടെ കൂട്ട് നിൽക്കുന്നു, ചില സമയത്ത് നമ്മുടെ മനസ്സ് നമ്മുടെ കൂട്ട് നിൽക്കുന്നില്ല. അന്നേരം പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിനെ നമ്മൾ പിടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ നമ്മുടെ ഉള്ളിലുള്ള ശത്രുവിനെ തോൽപ്പിക്കാൻ പറ്റൂ എന്നാണ് ഭഗവാൻ ഈ 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ക്ലിയർ? വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി അങ്ങോട്ട് തുടങ്ങുകയാണ്. നമ്മുടെ യുദ്ധം അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? നമ്മുടെ പഴശ്ശിയുടെ യുദ്ധം കാണാതിരിക്കുന്നേ ഉള്ളത് പറയുന്ന പോലെ ഇത് പഴശ്ശിയുടെ യുദ്ധമൊന്നുമല്ല, ഇത് ഭഗവാന്റെ യുദ്ധമാണ്. ഭഗവാന്റെ ആ ഒരു അമൃത വചനങ്ങളാണ്. 3-ാമത്തെ അധ്യായം തീർന്നേ ഉള്ളൂ. ഇനി നമുക്ക് 4, 5, 6, 7, 8, 10, 8, 9, 10, 11, 12 അങ്ങനെ കിടക്കുകയാണ്. എന്തുമായിരിക്കും അല്ലേ? അതായത് 4-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം നമുക്ക് നോക്കാം. എന്താണ് ഭഗവാൻ പറയുന്നത്? ഭഗവാൻ പറയാണ്, ശ്രീ ഭഗവാൻ ഉവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുർ ഇക്ഷാകവേ അബ്രവീത്. ഭഗവാൻ പറയുവാണ്, ഈ ഒരിക്കലും നശിക്കാത്ത ഈ യോഗത്തിൻ്റെ മാർഗം, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത യോഗത്തിൻ്റെ മാർഗം ഞാൻ സൂര്യദേവനായിട്ടുള്ള വിവസ്വാന് പറഞ്ഞു കൊടുത്തു. ആ വിവസ്വാൻ മനുവിന് പറഞ്ഞു കൊടുത്തു. മനുവിൽ നിന്നാണ് മനുവംശം വരുന്നത്. അതൊക്കെ നമ്മൾ സത്സംഗത്തിൽ തുടക്കത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ പഠിച്ചതാണ്. ആ മനു ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. അന്നേരം ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജഋഷിയോ വിദു സകാലേന മഹതാ യോഗോ നഷ്ട പരന്തപ. അന്നേരം ഭഗവാൻ വീണ്ടും പറയുവാണ്, ഈ പരമമായിട്ടുള്ള ജ്ഞാനം എപ്പോഴും ഗുരുശിഷ്യ പരമ്പരയിലൂടെയാണ് വന്നത്. ഏവം പരമ്പരാപ്രാപ്തം, അത് രാജഋഷികളൊക്കെ അത് അങ്ങനെ തന്നെയാണ്. അതായത് രാജകീയമായിട്ടുള്ള ജ്ഞാനമാണ്, ലീഡേഴ്സിന് വേണ്ടിയുള്ള ജ്ഞാനമാണ്. മനസ്സിലായില്ലേ? പക്ഷേ കാലക്രമേണ എന്താണ്, ആ ഗുരുശിഷ്യ പരമ്പര നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അതിപ്പോൾ കാണാനില്ല എന്ന് തന്നെ പറയാം അല്ലെ? നഷ്ടപ്രായം വന്നു. ഉണ്ട്, പക്ഷെ എങ്ങും പൂർണ്ണമായിട്ട് അത് കാണാനില്ല. സ ഏവായം മയാത്തെ അധ്യ യോഗ പ്രോക്ത പുരാതന ഭക്തോസ്മി സഖാചേതി രഹസ്യം ഹി ഏതത്തുത്തമം. ഇത് കണ്ടോ, ഭക്തോസിമേ സഖാചേതി. എന്താ പറയുന്നത്? ആ അതേ ജ്ഞാനം, ഏത് ജ്ഞാനം? ആ ഭഗവാനുമായിട്ടുള്ള ആ ഒരു പരമ ഉന്നത ബന്ധം, ആ യോഗത്തിന്റെ മാർഗം, ഇത് ഞാൻ ഇപ്പോൾ നിനക്ക് പറഞ്ഞു നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ട്? നീ എൻ്റെ മിത്രമാണ്, അതുകൂടാതെ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ്. അതുകൊണ്ട് ആ അതീന്ദ്രിയമായിട്ടുള്ള രഹസ്യം ഹി ഏതത് ഉത്തമം, ഈ രഹസ്യത്തെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു നൽകുകയാണെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി അർജുൻ ഒരു ചോദ്യം ചോദിക്കും. മനസ്സിലായി? അർജുൻ എന്താ ചോദിക്കുന്നത്? അപരം ഭവതാ ജന്മ, അല്ലെ? അങ്ങ് വളരെ ചെറുപ്പമല്ലേ? എൻ്റെ അതേ പ്രായമാണ്. പരം ജന്മ വിവസ്വത. അന്നേരം സൂര്യദേവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയോ മുന്നെയാണ്, സൃഷ്ടിയുടെ തുടക്കത്തിലാണ്. അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വത കഥമേതത് വിജാനീയം ത്വൻ ആദൗ പ്രോക്തവാൻ ഇതി. അല്ലെ? സ്വാഭാവികമായിട്ടുള്ള ചോദ്യം എന്താണ്? വിവസ്വാൻ എന്ന് പറയുന്നത് നമ്മളെക്കാട്ടി എത്രയോ മുന്നേ ഉള്ള ആളാണ്. സൂര്യദേവൻ എത്രയോ മുന്നേ സൃഷ്ടിയുടെ തുടക്കത്തിലുള്ള ആളാണ്. എന്നിട്ട് എനിക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു വിജ്ഞാനത്തെക്കുറിച്ച്, ഈ ജ്ഞാനത്തെ അങ്ങ് അന്നേ ഉപദേശിച്ചു ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാണ് കേശവ എന്ന് പറയുകയാണ്. എന്നിട്ട് ഇനി ഭഗവാൻ എന്താ പറയുന്നത്? ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താനി അഹം വേദ സർവാനി നത്വം വേത്ഥാ പരന്തപ. ഒരുപാട് ജന്മങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് ഭഗവാൻ ജന്മം എന്ന് എന്തിനാണ് പറയുന്നത്? ഭഗവാന് ജന്മ മൃത്യു ഇല്ല. പക്ഷെ ആ ഒരു മനസ്സിലാക്കാൻ വേണ്ടി ഭഗവാൻ പറയുന്നതാണ്. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താനി അഹം വേദ സർവാനി. എനിക്കെല്ലാം അറിയാം അല്ലെ? താനി അഹം വേദ സർവാനി, എല്ലാം എനിക്കറിയാം. നത്വം വേദ പരന്തപ, പക്ഷെ നിനക്കറിഞ്ഞൂടെ പാർത്ഥ എന്നാണ് പറയുന്നത്.
ഞാനും നീയും ഒക്കെ എത്രയോ എത്രയോ ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്, എനിക്കെല്ലാം ഓർമ്മയുണ്ട്, പക്ഷേ നിനക്കതൊന്നും ഓർമ്മയില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഭഗവാൻ സാധാരണ വ്യക്തിയല്ല. സാധാരണ ജീവാത്മാവിന് എല്ലാ ജന്മങ്ങളെക്കുറിച്ചും ഓർമ്മ കാണത്തില്ല. ഭഗവാൻ എല്ലാം ഓർമ്മയുണ്ട്. ഇപ്പം നമുക്ക് ആർക്കും ഓർമ്മയില്ല, പാർത്ഥനും ഓർമ്മയില്ല. അന്നേരം നമ്മൾ സാധാരണ ജീവാത്മാക്കളാണ്. ദേവന്മാരായിട്ട് ജനിക്കുന്ന അവരും സാധാരണ ജീവാത്മാക്കളാണ്. പക്ഷെ താരതമ്യേന ഗുണങ്ങൾ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും, ഏറ്റക്കുറിച്ചിലുകളുണ്ട്. പക്ഷെ ഭഗവാൻ എങ്ങനെയാണ്? ഭഗവാൻ എല്ലാം ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഒന്നല്ല, ഭഗവാനും നമ്മൾ ഒന്നല്ല. ഭഗവാന്റെ ഗുണങ്ങൾ നമ്മളെക്കാട്ടിയും ഒരുപാട് കൂടുതലാണ്. ഗുണപരമായിട്ട് നമ്മൾ ഒന്നാണെങ്കിലും ശക്തിപരമായിട്ട് നമ്മൾ ഭഗവാൻ നമ്മളെക്കാട്ടിയും ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ്. മനസ്സിലായല്ലേ? അദ്ദേഹം നമ്മുടെ സ്വാമിയും നമ്മൾ അദ്ദേഹത്തിന്റെ ദാസനുമാണ്. അദ്ദേഹം പരമാത്മാവും നമ്മൾ ആത്മാവുമാണ്. അതാണ് നമ്മളും ഭഗവാനുമായിട്ടുള്ള ബന്ധം. ഇവിടെ എന്താണ് പറയുന്നത്? അജോപി സൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപി സൻ പ്രകൃതിം സ്വാം അധിഷ്ഠായ സംഭവാമി ആത്മമായ. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് പറയുന്നത്? അജോ, എനിക്കൊരിക്കലും ജനനമില്ല. അപി, അജോ അപി, എനിക്കൊരിക്കലും ജനനമില്ലെങ്കിലും സൻ അവ്യയ ആത്മഭൂതാനാം, സൻ അവ്യയ ആത്മാ ഭൂതാനാം ഈശ്വരോ അപി സൻ, എല്ലാ ജീവജാലങ്ങളുടെ ഈശ്വരനാണ് ഞാൻ. അഭിസൻ പ്രകൃതിം സ്വാം അധിഷ്ഠായ സംഭവാമി ആത്മമായ, ഞാൻ ഒരിക്കലും ജനിക്കത്തില്ല എങ്കിലും അതുകൂടാതെ എൻ്റെ അതീന്ദ്രിയമായിട്ടുള്ള ശരീരം ഒരിക്കലും നശിക്കത്തില്ല എങ്കിലും ഞാൻ എല്ലാത്തിൻ്റെയും അധിപതിയാണ്. എന്താണ് പറയുന്നത്? ഈശ്വര, ഈശ്വരോ അപിസൻ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശ്വരോ അപിസൻ പ്രകൃതിയും സ്വാം അധിഷ്ഠായ, എല്ലാ പ്രകൃതിയും എൻ്റെ നിയന്ത്രണത്തിലാണ്. പക്ഷെ എന്നാലും ഭഗവാൻ എന്ത് ചെയ്യുന്നു? സംഭവാമി ആത്മമായ, ഭഗവാന്റെ ആന്തരിക ശക്തി, അതാണ് ആത്മമായ എന്ന് പറയുന്നത്. ഭഗവാന്റെ ബാഹ്യശക്തിയല്ല, രണ്ടും ഭഗവാന്റെ ശക്തിയാണെങ്കിലും ഭഗവാന് ആന്തരംഗ ശക്തിയുണ്ട്, ബഹിരംഗ ശക്തിയുണ്ട്. അന്നേരം ഭഗവാൻ ഈ ലോകത്തിൽ വരുന്നത് ബഹിരംഗ ശക്തിയുടെ അടിസ്ഥാനത്തിലല്ല. ഇപ്പൊ നമ്മൾ ജനിക്കുന്നത്, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഭഗവാന്റെ ബഹിരംഗ ശക്തിയിലാണ്. അതായത് പഞ്ചഭൂതം, അതിനൊക്കെയാണ്. പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിന് ബഹിരംഗ ശക്തിയാണ് ഭഗവാന്റെ. അതിലാണ് ഈ പ്രകൃതി മുഴുവൻ വരുന്നത്. 24 മൂലങ്ങൾ അടങ്ങിയ ഈ ഒരു പ്രകൃതി എന്ന് പറയുന്നത് ഭഗവാന്റെ ബഹിരംഗ ശക്തിയുടെ ഒരു പ്രാകട്യം മാത്രമാണ്. പക്ഷെ ഭഗവാൻ അവതരിക്കുന്നത് ഈ ഭൗതിക ശക്തിയുടെ അധീനതയിലായിക്കൊണ്ടല്ല, ഭഗവാന്റെ അന്തരംഗ ശക്തി, ആത്മീയ ശക്തി. ആത്മീയ ശക്തി, ഭൗതിക ശക്തി, ഇത് രണ്ടും ഉണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അന്നേരം ഭഗവാൻ പറയുന്നത് എൻ്റെ വളരെ ഇതാണ് പറയേണ്ടത്. ഭഗവാൻ ഇതിനു മുമ്പേ ഏതാണ്? ബഹൂനി മേ ജന്മ, എന്താണ് ബഹൂനി? ഞാൻ നോക്കട്ടെ ഒരു ശ്ലോകം ഒന്നുകൂടെ. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താനി അഹം വേദ സർവാനി നത്വം വേദ പരന്തപ. ബഹൂനി മേ വ്യതീതാനി, ഒരുപാട് ജന്മങ്ങൾ ഞാനും ഞാനും നീയും എടുത്തിട്ടുണ്ട്. എനിക്കതെല്ലാം ഓർമ്മയുണ്ട്, പക്ഷെ നിനക്ക് ഓർമ്മയില്ല. എന്തുകൊണ്ട്? ഇതാണ് കാരണം. അജോപി സൻ അവ്യയാത്മാ, ഭഗവാൻ സാധാരണ രീതിയിലല്ല ജനിക്കുന്നത്. ഭഗവാന്റെ ആധ്യാത്മിക ശരീരമാണ്, അതൊരിക്കലും നശിക്കുന്നില്ല. പിന്നെ എന്താണ്? പ്രകൃതിയും സ്വാം അധിഷ്ഠായ, പ്രകൃതിയുടെ മുഴുവൻ അധിഷ്ഠാനം നിർവഹിക്കുന്നത് ഭഗവാനാണ്. ഇതൊക്കെ ആണെങ്കിലും ഭഗവാൻ എന്താണ്? വീണ്ടും വീണ്ടും അവതരിക്കുന്നു. എന്തിനു വേണ്ടി? ആത്മമായ. നമ്മൾ അവതരിക്കുന്ന പോലെ അല്ല ഭഗവാൻ വരുന്നത്. ഒരുപാട് വ്യത്യാസമുണ്ട്. ഇനി അടുത്തെന്താണ് പറയുന്നത്? ഇനി അടുത്തതാണ് ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ശ്ലോകം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അല്ലേ? വളരെ എക്സൈറ്റിംഗ് ശ്ലോകമാണ്. അത് നമുക്ക് നാളെ എടുക്കാം. ഓക്കെ, നല്ല രസകരമായിട്ടുള്ള സംഭവങ്ങൾ മെല്ലെ മെല്ലെ പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഫണ്ണങ്ങ് പോകും അല്ലേ? അന്നേരം ഭഗവാൻ ഈ കാമം നമ്മുടെ ഉള്ളിൽ എങ്ങനെ നശിപ്പിക്കണം അതിനെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. എന്താണ്? ആത്മബലത്താൽ അത് നമുക്ക് കാമത്തെ ഫിനിഷ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അന്നേരം ഭഗവാൻ ആ ബുദ്ധിയോഗത്തെക്കുറിച്ചും നിഷ്കാമ കർമ്മയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നീ യുദ്ധം ചെയ്യൂ, ബ്രഹ്മനിർവാണം റിച്ഛതി, ആ ഒരു നിർവാണ പദവിയിലേക്ക്, പരമോന്നത മുക്തി മാർഗത്തിലേക്ക് നിന്നെ എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോ പാർത്ഥന് കൺഫ്യൂഷനായി അല്ലേ?
ഭഗവാനെ കൊള്ളാം, പക്ഷെ ഈ ഒരു വഴി സഞ്ചരിക്കുമ്പോൾ എന്നിട്ടും ഒരു വ്യക്തി തെറ്റായിട്ടുള്ള മാർഗത്തിൽ ഇങ്ങനെ ബലാത്കാരേണ പോകുന്ന പോലെ തോന്നുന്നു. അന്നേരം പറഞ്ഞു അത് കാമമാണ്. കാമത്തെ ജയിക്കണമെങ്കിൽ വളരെ സിമ്പിളാണ്. നീ ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കി നീ നിന്റെ എന്ത് ചെയ്യുക, ആത്മബലം കൊണ്ട് ബുദ്ധിയെ ഉപയോഗിച്ച് മനസ്സിനെ നിയന്ത്രിക്കുക, അങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. മനസ്സിലായി? ഇപ്പൊ ഉദാഹരണത്തിന് പൊതുവെ ഒരു നമ്മുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ വളരെ മുതിർന്ന ഒരു ഭക്തനായ സന്യാസി വര്യനായ യശോൽനാഥ് രാംനാഥ് സ്വാമി മഹാരാജ് പറയും, നമ്മുടെ ഉള്ളിൽ 2 പട്ടികളുണ്ടെന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ ഉദാഹരണം, 2 പട്ടികളുണ്ട് നമ്മുടെ ഉള്ളിൽ. ഒരു പട്ടി എന്ന് പറഞ്ഞാൽ നല്ല പട്ടി, ഒരു പട്ടി എന്ന് പറഞ്ഞാൽ ചീത്തപ്പട്ടി. മനസ്സിലായില്ലേ? അന്നേരം നമ്മുടെ ഈ നല്ല പട്ടി എപ്പോഴും നല്ല കാര്യത്തിന് വേണ്ടി കുറച്ചുകൊണ്ടേയിരിക്കും, ചീത്ത പട്ടി എപ്പോഴും എന്താണ്, ചീത്ത കാര്യത്തിന് വേണ്ടി കുറച്ചുകൊണ്ടിരിക്കും. അന്നേരം നമ്മൾ ഏതായിരിക്കും കേൾക്കുന്നത്? ഏത് പട്ടിയാണ് കൂടുതൽ ശക്തമായിട്ട് കുരയ്ക്കുന്നത് ആ പട്ടി പറയുന്നതാണ് കേൾക്കുന്നത്. ഇപ്പൊ ചീത്തപ്പട്ടി നല്ല ശക്തമായിട്ട് കുരയ്ക്കുകയാണെങ്കിൽ ചീത്തപ്പട്ടി പറയുന്നത് നമ്മൾ കേൾക്കും. അന്നേരം നല്ല പട്ടിയാണ് നല്ല ശക്തമായിട്ട് കുരയ്ക്കുന്നതെങ്കിൽ നല്ല പട്ടി പറയുന്നത് കേൾക്കും. അന്നേരം ഏത് പട്ടിയാണ് നല്ലപോലെ കുരയ്ക്കേണ്ടത് എന്ന് എങ്ങനെ തീരുമാനിക്കും? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കപ്പെടുന്നത്? ഏത് പട്ടിക്കാണോ നമ്മൾ കൂടുതൽ ആഹാരം കൊടുക്കുന്നത് അതിനനുസരിച്ച്. ഇപ്പം നല്ല പട്ടിക്ക് നമ്മൾ കൂടുതൽ ആഹാരം കൊടുക്കുകയാണെങ്കിൽ എന്താവും? ആ നല്ല പട്ടി കൂടുതൽ ശക്തമാവും. ചീത്ത പട്ടിക്കാണ് നമ്മൾ കൂടുതൽ ആഹാരം കൊടുക്കുന്നതെങ്കിൽ ചീത്ത പട്ടി കൂടുതൽ ശക്തമാവും. മനസ്സിലായില്ലേ? അന്നേരം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലെ ചീത്തപ്പട്ടി സ്ട്രോങ് ആവാൻ കാരണം ആ ചീത്തപ്പട്ടിക്കാണ് നമ്മൾ കൂടുതൽ ആഹാരം കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അന്നേരം കൂടുതൽ ആഹാരം കൊടുത്ത് പട്ടി ശക്തമാകുവാണെങ്കിൽ നല്ല രീതിയിൽ കുരയ്ക്കും. പക്ഷെ ആഹാരമൊന്നും ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ പട്ടിയുടെ ആ കുരച്ചലിനെല്ലാം പ്രശ്നമാവും. മനസ്സിലായില്ലേ? അന്നേരം എന്താണ് ഇത് പട്ടി എന്ന് പറയുന്നത്? ഇപ്പം ബുദ്ധി എന്ന് പറയുന്നത് നല്ലൊരു പട്ടിയാണ്. അതിന് ആ ബുദ്ധിക്ക് കൂടുതൽ നല്ല നല്ല ആഹാരം കൊടുത്തുകൊണ്ടിരിക്കണം. ബുദ്ധിയെ ശക്തമാക്കുന്ന രീതിയിൽ തത്വങ്ങളൊക്കെ പഠിച്ച്, ഭഗവത്ഗീതയൊക്കെ പഠിച്ച്, ധർമ്മബോധം, നീതിബോധം അതൊക്കെ വളർത്തണം. മനസ്സാകുന്ന പട്ടിക്ക് കുറച്ച് ആഹാരം കൊടുത്താൽ മതി. മനസ്സ് പറയുന്നത് എല്ലാം കേൾക്കണമെന്നില്ല. മനസ്സിലായില്ലേ? പക്ഷെ മനസ്സിന് കൂടുതൽ ആഹാരം കൊടുത്തുകൊണ്ടിരുന്നാൽ മനസ്സ് ശക്തമാവും, ബുദ്ധി വീക്കാവും. ബുദ്ധി വീക്കായി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മനസ്സ് നല്ല ശക്തമായിട്ട് കുറയ്ക്കുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേടിക്കാൻ പറയും. മനസ്സിലായില്ലേ? അതാണ് മനസ്സാണ് നമ്മളെ വിട്ട് ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. അറിയാല്ലേ? ഇവിടെ മനസ്സ് പറയുന്നില്ല, ഒരു മനസ്സമാധാനം ഇല്ല. എങ്ങനെ മനസ്സമാധാനം ഉണ്ടാവും? ഇത്രയും നമ്മൾ മനസ്സ് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുമല്ലേ. മനസ്സ് പറയുന്നത് എത്രത്തോളം നമ്മൾ കേൾക്കുന്നോ സമാധാനം ഉണ്ടാവത്തില്ല. മനസ്സ് പറയുന്നത് കേൾക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ഉടനെ സമാധാനം ലഭിക്കും എന്നുള്ളതാണ്. മനസ്സിന് കാണുന്നത് എല്ലാം വേണം, കണ്ണി കാണുന്ന എല്ലാം വേണം, തോന്നുന്ന എല്ലാം ചെയ്യണം. ഇതാണ് തോന്നിവാസമാണ് മനസ്സിൻ്റെ ഇഷ്ടപ്പെട്ട പരിപാടികൾ. അതുകൊണ്ട് ബുദ്ധിയെ ശക്തമാക്കുക. എങ്ങനെ? തത്വങ്ങൾ പഠിച്ചും ഭഗവത്ഗീത പഠിച്ചും നമ്മൾ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കണം ബുദ്ധിയെ. നല്ല മൂല്യങ്ങളെ കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം. അന്നേരം മനസ്സാകുന്ന പട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു കുരയുമ്പോഴേക്ക് തീരും. ഇങ്ങനെയൊന്നുമല്ല, കുറച്ചുകൂടെ നല്ല രീതിയിൽ കുറയ്ക്കും. ഞാൻ ശ്രമിച്ചത് ആദ്യമായിട്ട് ശ്രമിക്കുക. അന്നേരം നല്ല ശക്തമായിട്ടൊരു കുര കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റേ പട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മിണ്ടായി. മനസ്സിലായില്ലേ? അന്നേരം നമ്മുടെ ബുദ്ധിയാകുന്ന ആ പട്ടിയെ കൂടുതൽ ശക്തമാക്കണം. നല്ല ശക്തമായിട്ട് ഈ എന്താ പറയുന്ന ഡോബർമാനും ബുൾഡോഗും കുറയ്ക്കുന്ന മാതിരി നല്ല ഒറ്റ കുരയിൽ തീരണമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അന്നേരം മനസ്സിട്ടിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോഴത്തേക്ക് നല്ലൊരു കുര ബുദ്ധി ഒന്ന് നല്ല ശക്തമായിട്ടൊന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മനസ്സ് മിണ്ടായിരിക്കും. മനസ്സിലായി? അല്ലാതെ നമ്മൾ ഈ ബുദ്ധിയാകുന്ന പട്ടിയെ അധികം ശക്തി കൊടുക്കാതിരിക്കുകയാണെങ്കിൽ മനസ്സിങ്ങനെ കൊഴുത്ത് ഇങ്ങനെ ശക്തമായിട്ടിരിക്കും. പിന്നെ അത് കുറയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ പേടിച്ചു പോകും. മനസ്സിലായില്ലേ? നമ്മൾ അറിയാതെ ബലഹീനരായി പോകും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള നല്ല പട്ടിയെ കൂടുതൽ സ്ട്രോങ് ആക്കുക. ചീത്ത പട്ടിയെ കുറച്ച് പട്ടിണി ഇട്ടാലും കുഴപ്പമില്ല, അതാദ്യം കുറച്ച് മര്യാദ പഠിക്കട്ടെ. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവത്ഗീത, ഭാഗവത തത്വമൊക്കെ ശ്ലോകത്തിൽ ഒതുങ്ങാതെ ശ്ലോകത്തിൻ്റെ അർത്ഥം പഠിക്കൂ എന്ന് പറയുന്നു.
അടിയൻ എന്തിനാ അത് പറയുന്നത്? കാരണം എത്രത്തോളം നമ്മൾ അർത്ഥം പഠിക്കുന്നോ അത്രത്തോളം നമ്മുടെ ബുദ്ധി ശക്തമാണ്. ബുദ്ധി ശക്തമായിക്കൊണ്ടേയിരിക്കും. തത്വങ്ങൾ എത്രത്തോളം പഠിക്കുന്നോ നമ്മുടെ ബുദ്ധി അത്രത്തോളം ശക്തമാകുന്നുള്ളതാണ്. ബുദ്ധി എത്രത്തോളം ശക്തമാകുന്നോ ക്ലാരിറ്റി വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഉടനെ മനസ്സ് പറയും നമുക്ക് അത് ചെയ്താലോ, മിണ്ടായിരിക്കണം അങ്ങോട്ട്, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ബുദ്ധി ഒന്ന് ഉറക്കിയെന്ന് പറഞ്ഞാൽ മതി, 2 വഴക്ക് പറഞ്ഞാൽ പിന്നെ മനസ്സ് അടിയൻ കേട്ടോളാം എന്ന് പറയും. കാരണം മനസ്സിന് ആ ഒരു ലാംഗ്വേജേ അറിയത്തുള്ളൂ. മനസ്സിലായില്ലേ? അല്ല, നല്ലൊരു ശക്തമായിട്ടുള്ള രീതിയിൽ ബുദ്ധി പ്രവർത്തിച്ചില്ലെങ്കിൽ മനസ്സ് നമ്മളെ ഇട്ട് ഭരിക്കാൻ തുടങ്ങും. അതാണ് എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അത് തന്നെയാണ് പ്രാർത്ഥന ചോദിക്കുന്നത്. ഭഗവാനെ, എല്ലാവർക്കും അറിയാം നമ്മൾ ചെയ്യുന്ന തെറ്റാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് വഴിതെറ്റി പോകുന്നത് ഭഗവാനെ എന്ന് പറയുവാണ്. അന്നേരം ഭഗവാൻ എന്താ പറയുന്നത്? ഉള്ളിൽ ഒരുത്ത ഇരിപ്പുണ്ട്. ആരാണ്? ഈ മനസ്സിനകത്തോട്ട് അങ്ങോട്ട് കാമം കയറിക്കഴിഞ്ഞാൽ, ശക്തമായി കഴിഞ്ഞാൽ പിന്നെ ആര് പിടിച്ചാലും നിൽക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക, അല്ലേ? അല്ലെങ്കിൽ എല്ലാം വഴിതെറ്റി പോവും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബുദ്ധിയെ വളരെ ശക്തമാക്കുക, വളരെ 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 ശക്തമാക്കുക. വളരെ ശക്തമാക്കുക എന്താണ്? ഇതേപോലെ നമ്മൾ ചർച്ച ചെയ്യുക, ഭഗവത്ഗീത തത്വങ്ങൾ പഠിക്കുക, വേർതിരിച്ച് മനസ്സിലാക്കുക. മഹാഭാരതമൊക്കെ രാമായണമൊക്കെ പഠിച്ചിട്ട് എന്ത് ശരി എന്ത് തെറ്റ് എന്ന് വളരെ നല്ലതുപോലെ മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ കാണില്ലേ, രാവിലെ ഈ കള്ളുകൂടിയന്മാരൊക്കെ പ്രതിജ്ഞ എടുക്കുമ്പോൾ നീയാണ് സത്യം, ഇനി ഒരിക്കലും കുടിക്കത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷെ കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വീണ്ടും. മനസ്സിലായത്? കാരണം ബുദ്ധി സ്ട്രോങ് അല്ല. അങ്ങനെ ബുദ്ധിയെ സ്ട്രോങ് ആക്കാതെ വേറെ രക്ഷയില്ല. ബുദ്ധിയെ സ്ട്രോങ് ആക്കണം എങ്ങനെയാണ്? ആ ബുദ്ധി സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു സത്സംഗത്തിൽ നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാരോട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ബുദ്ധി സ്ട്രോങ് ആക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ വലിയ വലിയ ആപത്തുകളിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലേ നല്ല ഗ്രേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ പെട്ടെന്നൊന്നും പതറത്തില്ല. വലിയ വലിയ തെറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ, തെറ്റ് അവരെ കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ വലിയ സാഹചര്യം വന്നാലും അവരൊരിക്കലും അതിന് വശംവദരാകത്തില്ല. അവരൊരിക്കലും യെസ് പറയത്തില്ല. അവര് ചത്താലും യെസ് പറയത്തില്ല. അതാണ് അവരുടെ ദൃഢനിശ്ചയം എന്ന് പറഞ്ഞാൽ. ഭീഷ്മർ കണ്ടില്ലേ, ശരശയ്യല എന്നിട്ടും ആള് വിട്ടുകൊടുക്കത്തില്ലെന്നാണ്. മരിച്ചാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം. അർജുനെ കണ്ടില്ലേ, ചത്താലും കുഴപ്പമില്ല, ശാപം കിട്ടിയാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഒരിക്കലും അധർമ്മം ചെയ്യത്തില്ലെന്ന്. അതൊക്കെയാണ് യഥാർത്ഥ മൂല്യങ്ങൾ. അല്ലാതെ ഇത് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു, ഇതായതുകൊണ്ട് അങ്ങനെ ചെയ്തു, അതൊന്നും ഒരു ധീരത്വമല്ല. സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ തീരുമാനം മാറുന്നത് അത് ധീരത്വമല്ല, അത് ബലഹീനതയാണ്. നമ്മുടെ ബലം തെളിയിക്കേണ്ടത് എങ്ങനെയാണ്? ആ ഒരു നമ്മളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള സാഹചര്യം വരുമ്പോഴും നമ്മൾ അതിന് വശംവദനാകാതെ ശക്തമായിട്ട് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മൾ സ്ട്രോങ് ആണ്. അല്ല, നമ്മൾ ഒരിക്കലും പറ്റില്ല. അത് ഇത് ആയതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇത് ചെയ്തു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ മെയിൻ കാരണക്കാർ നമ്മൾ തന്നെയാണ്. നമ്മൾ അതിന് പറയും ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നു. അത് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് അതൊന്നുമല്ല, നമ്മളാണ് കറക്റ്റായിട്ട് തെറ്റ് ചെയ്തത്. മനസ്സിലായില്ല? അതുകൊണ്ട് സാഹചര്യങ്ങൾ എങ്ങനെയാണെങ്കിലും നമ്മൾ തെറ്റ് ചെയ്തു. പല രീതിയിലുള്ള തെറ്റ് ചെയ്യിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വന്നാലും നമ്മൾ ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ ആത്മബലം നല്ല സ്ട്രോങ് ആണ്. സ്പിരിച്വൽ മസിൽസ്, ഫിസിക്കലി മസിൽസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആത്മാവിന് നല്ല സ്ട്രോങ് മസിൽസ് വേണം. എങ്കിലേ മനസ്സിൻ്റെ മൂക്ക് നോക്കി ഒരു നോക്കൗട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതാണ് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിൽ പഠിക്കാൻ പറ്റിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി നാളെ നമുക്ക് 4ാമത്തെ തീയതി, ഇനി അങ്ങോട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. മനസ്സിലായില്ലേ? ഇത് കാരണം മെയിനായിട്ടുള്ളൊരു ഘടകം കടന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാന്റെ വൈഭവം, ഭഗവാന്റെ ആ ഒരു ഈശ്വരത്വമൊക്കെയാണ് പറഞ്ഞു വരുന്നത്. മനസ്സിലായില്ലേ? ഭഗവാൻ ആരാണെന്ന് അവിടെ ഇനി റിവീൽ ചെയ്ത് തുടങ്ങുകയാണ്. ഇതുവരെ ഭഗവാൻ മിണ്ടായിരിക്കുകയാണ്, അല്ലേ? സിംഹം ഇങ്ങനെ ഒരു ഉറങ്ങിയത് മാതിരി അഭിനയിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് സിംഹം ഗർജിച്ച് തുടങ്ങുകയാണ്. 4ാമത്തെ അധ്യായം മുതൽ ഭഗവാൻ അങ്ങോട്ട് ഗർജിച്ച് തുടങ്ങുകയാണ്. കാരണം ആരാണ് ഞാൻ? യഥാ ഹി ധർമ്മസ്യ. എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാണി വരുന്നു, പാർത്ഥ ഞാൻ വരുന്നുണ്ട് ഇവിടെ ധർമ്മത്തെ സ്ഥാപിക്കാനും അധർമ്മത്തെ നശിപ്പിക്കാനും സാധുജനങ്ങളെ സംരക്ഷിക്കാനും ദുഷ്കൃതികളൊക്കെ അരച്ച് കലക്കി ചവിട്ടി തേക്കാനും എല്ലാത്തിനും ഭഗവാൻ വരികയാണ്. എപ്പോഴൊക്കെ ധർമ്മത്തിന് ഹാനി വരുന്നു അപ്പോഴൊക്കെ ഞാൻ വരുന്നു, സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അങ്ങോട്ട് ഗർജിച്ച് തുടങ്ങുവാണ്.
ഇനി അങ്ങോട്ട് ഭഗവത്ഗീത വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി അങ്ങോട്ട് മെയിനായിട്ടുള്ള സാധാരണ രീതിയിലുള്ള ഡിസ്കഷനൊക്കെ കഴിഞ്ഞു. ഇനി അധികം സാധാരണ, ഇനിയൊക്കെ ഹയർ ലെവലാണ്, ഇനി അതുക്കും മേലെയാണ് ഇനി അങ്ങോട്ട് പോകുന്നത്. ഇനി അങ്ങനെ പോയി 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 എത്തുന്നത് വിരാട് രൂപത്തെ ദർശനത്തിലാണ്. അതൊക്കെ കൂടെ കാണുമ്പോഴത്തേക്ക് എൻ്റെ അമ്മു എന്താണ് ഭഗവാൻ ഇത് അല്ലേ എന്ന് അർജുൻ അറിയാതെ അമ്മേ എന്ന് വിളിച്ചു പോവുകയാണ്. അന്നേരത്തേക്ക് അതൊക്കെയാണ് ഇനി അങ്ങോട്ട് പോയത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്, സ്റ്റേ ട്യൂൺഡ് ടു ദ സെയിം ചാനൽ. സോ ഇനി നമുക്ക് ഒരു കീർത്തനം പാടിയിട്ട് നമുക്ക് ഇന്നത്തെ സത്സംഗം അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. ഏത് പാടാം നമുക്ക്? ചോട്ടി ചോട്ടി കയ്യ പാടി അച്യുതൻ കേശവൻ പാടാം അല്ലേ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. തുടങ്ങാം. നരസിംഹ ഭഗവാൻ കി ജയ്. നരസിംഹാർത്തിയും കൂടെ പാടാം. നമസ്തേ നരസിംഹായ, നമസ്തേ നരസിംഹായ, നമസ്തേ നരസിംഹായ, നമസ്തേ നരസിംഹായ. हिरण्यकशिपो वक्षः शीलटङ्कानखादाये, शीलटङ्कानखादाये. इतो नरसिंह परतो नरसिंह, इतो नरसिंह परतो नरसिंह. यतो यतो यामि ततो नरसिंह, यतो यतो यामि ततो नरसिंह. अहे नरसिंह हृदये नरसिंह, अहे नरसिंह हृदये नरसिंह. नरसिंहमदिं शरणं प्रपद्ये, नरसिंहमदिं शरणं प्रपद्ये. तव करकमलवरे नखा अद्भुत शृङ्गा ललिता हिरण्यकशिपो तनुभृङ्गा केशवधृता हरिरूप. जय जगदीश हरे, जय जगदीश हरे, जय जगदीश हरे. जय नरसिंहदेव नरसिंहदेव नरसिंहदेव, जय नरसिंहदेव. जय प्रहलाद महाराज, जय प्रहलाद महाराज, प्रहलाद महाराज, जय प्रहलाद महाराज. जय जय प्रभुपाद 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 प्रभुपाद. നരസിംഹാർത്തി പാടിയതുകൊണ്ട് മഴ ചിന്തിക്കുകയാണ്, വരണോ വേണ്ടയോ വരണോ വേണ്ടയോ അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? വരണോ വേണ്ടയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒരു കൺഫ്യൂഷനിലിരിക്കുക മഴ, വരണോ വേണ്ടയോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും പേടിയാ നരസിംഹനെ, ടെറർ അല്ലേ ആള് അല്ലേ? ഇനി നമുക്ക് ഗൗരാർത്തി പാടാം. ഒരു ഭക്തർ ചോദിച്ചു, ഇതുവരെ നമ്മൾ പാടാത്തൊരു കീർത്തനമാണ് ഗൗരാർത്തി. ഈ ഗൗരാർത്തി എന്ന് പറയുന്നത് സന്ധ്യാസമയത്ത് എപ്പോഴും ഇസ്കോണിൽ പാടുന്നതാണ്. നല്ലൊരു നമുക്ക് നോക്കാം എന്താണ്.
അതായത് ചൈതന്യ മഹാപ്രഭുവിനെ ഇരുത്തിക്കൊണ്ട് ബ്രഹ്മദേവൻ ഉൾപ്പെടെ മഹാദേവൻ ഉൾപ്പെടെ എല്ലാവരും ആരതി ചെയ്യുന്ന അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താ. വളരെ രസകരമാണ്, ഏറ്റവും മംഗളകരമാണ്. ഈ ഒരു ആരതി കേട്ട് കഴിഞ്ഞാൽ അവരുടെ എല്ലാവിധ പാപങ്ങളും നശിക്കുന്നുണ്ടാവും. സത്യമായിട്ടും വലിയ അനുഗ്രഹമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോട് കേൾക്കും. ജയോ ജയോ ഗൗരാ ചന്ദേ आरती को शोभा की बजायो जयो गौरा चांदे आरती को शोभा की बजायो जयो गौरा चांदे आरती को शोभा तटवने जगमन लोभा जानावि तटवने जगमन लोभा कि बदखिले निताय चाल भवे गदाधर कि बदखिले भवे गदाधर निकटे अद्वैत श्रीनि वस छत्रधर निकटे अद्वैत श्रीनि वस छत्रधर कि बबसी अठे गौराचान रत्न सिंहासनी कि बबसी अठे गौराचान रत्न सिंहासनी कि बबसी अठे गौराचान रत्न सिंहासनी आरती को वेद ब्रह्मा आदि देवगणे आरती को वेद ब्रह्मा आदि देवगणे कि बनरारी आदि कोरी चामर दुलाय कि बनरारी आदि कोरी चामर दुलाय संजया मुकुंद भासो दोष आदि गाय संजया मुकुंद भासो गोशादि गाय कि शंकर बाजे घंटा बाजे बाजे करता कि शंकर बाजे घंटा बाजे बाजे करता मधुरा मृदंग बाजे परमरसाल मधुरा मृदंग बाजे परमरसाल कि बबहू कोटि चंद्र जीनी वदन उज्ज्वल कि बबहू कोटि चंद्र जीनी वदन उज्ज्वल कलदेशे वनमाला कोरे जलमाला गलदेशे वनमाला कोरे जलमाला
शिव ഇവിടെ പറയുന്നത് കിബ ശിവ സുഖ മാനത. ആ ചൈതന്യ മഹാപ്രഭുവിന്റെ ആരതി ചെയ്തപ്പോൾ സാക്ഷാൽ മഹാദേവൻ, ശുഖദേവ ഗോസ്വാമി, നാരദ മഹർഷി ഇവരെല്ലാം പ്രേമം കൊണ്ട് പ്രേമം കൊണ്ട് ഗദ്ഗതമായിട്ട് ഇങ്ങനെ കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പറയുന്നത് കിബ ശിവ സുഖ നാരദ പ്രേമേ ഗദ ഭക്തി വിനോദ ദേഹി ഗൗരാരസംപദ ഭക്തി വിനോദ ദേഹി ഗൗരാരസംപദ की बजायो जयो गौरा चंदे आरती को शोभा जाना विकट बनी जगा मन रोभा जाना विकट बनी जगा मन रोभा. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरा भक्त वृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरा भक्त वृंद. हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे हरे. गोलोकेर प्रेमधन हरिनाम संकीर्तन की जय. श्री चैतन्य महाप्रभु की जय. नित्यानंद प्रभु की जय. अद्वैत गदाधर श्रीवासादि गौर भक्तवृंद की जय. श्री प्रभुपाद की जय. निताय गौर प्रेमानंदे हरि हरि बोल. ഇതാണ് ഗൗരാർത്ഥി. എല്ലാ സന്ധ്യാവേളകളിലും ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ ചൊല്ലുന്ന ആരതിയാണ്. വളരെ മനോഹരമാണ്. ഇനി നമുക്ക് ശ്രീമതി രാധികയും സ്തുതിച്ചുള്ള രാധാരമൺ ഹരിബോൾ അതുകൊണ്ട് പാടിയിട്ട് നമുക്ക് നിർത്താം. जय जय राधा रमण हरि बोल. 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 हरि बोल हरि बोल. जय जय राधा रमण हरि बोल. हरि बोल हरि बोल. जय जय राधा रमण हरि बोल. जय जय राधा रमण हरि बोल.
എല്ലാവരും ഹരി ബോൾ. എല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. മിക്കവാറും തിങ്കളാഴ്ച മുതൽ വൃന്ദാവനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അതിനുള്ള ശുഭലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അന്നേരം മെസ്സേജ് വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ്. തിങ്കളാഴ്ച മിക്കവാറും നെക്സ്റ്റ് തിങ്കളാഴ്ച മുതലായിരിക്കും കേട്ടോ. എക്സാക്ട് സമയമൊക്കെ അറിയിക്കാം. മിക്കവാറും രാവിലെ തന്നെയായിരിക്കും. രാവിലെ ഒരു 7 മണിക്ക് മുതൽ 7:30 വരെ ആ ഒരു സമയത്തായിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ സത്സംഗം ഉണ്ടല്ലോ. കറക്റ്റ് ലിങ്ക് ഞാൻ അയച്ചു തരാം. ഓരോ ദിവസവും ശ്രീമതി രാധിക അനുഗ്രഹിക്കുകയാണെങ്കിൽ ഓരോ സ്ഥലങ്ങൾ, അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ. ലൈവായിട്ട് സീതാ പ്രസാരൺ ആപ്കെ ഘറോ തക്, ആപ്കെ മൊബൈൽ തക്, ലൈവ് ഫ്രോം വൃന്ദാവൻ. ഓക്കെ. അന്നേരം ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലിങ്ക് അയക്കുന്നതാണ്. ഫേസ്ബുക്ക് പേജിൽ ലൈവായിട്ട് വരുന്നതാണ്. പിന്നെ ഫേസ്ബുക്ക് പേജ് ചിലപ്പം ഒരെണ്ണമുണ്ട് ഇതിനായിട്ട്. അത് അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. ഓക്കെ, ആ ലിങ്കിലായിരിക്കും വരുന്നത്. ഇതിൽ നമ്മുടെ എന്താ പറയുന്നത് 7:30-ക്ക് 7:45 നമ്മുടെ ഇതിൽ ഭാഗവത സത്സംഗം ഉണ്ടല്ലോ. അതുകൂടാതെ നമുക്ക് വേറൊരു പേജും ഉണ്ടല്ലോ, ഹരേ കൃഷ്ണ ഗുരുവായൂർ. അതിലായിരിക്കും മിക്കവാറും വരുന്നത്. അന്നേരം ലൈവ് ആയിട്ടുള്ള ഇതൊക്കെ അതിലായിരിക്കും വരുന്നത്, വൃന്ദാവനത്തിൻ്റെ. അന്നേരം നിങ്ങൾക്കറിയാം, അത് ഞാൻ എന്താ പറയുന്നത് ഹരേ കൃഷ്ണ ഗുരുവായൂർ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ അയച്ചു തരാം. അന്നേരം തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുന്നത്. ഓക്കെ. എല്ലാം ശ്രീമതി രാധികയും മദൻ ഗോപാലും വിചാരിക്കുന്നതോട് നടക്കട്ടെ അല്ലേ. എന്തായാലും ഈ ഒരു സന്തോഷം നമുക്ക് ചോട്ടി കൈയും കൂടെ പാടാം അല്ലേ. മദൻ ഗോപാൽ നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് അല്ലേ. അതുകൊണ്ട് ചോട്ടി കൈയും കൂടെ പാടാം. छोटी छोटी गैया छोटे छोटे ग्वाल, छोटा सा मेरो मदन गोपाल. छोटी छोटी गैया छोटे छोटे ग्वाल, छोटा सा मेरो मदन गोपाल. आगे आगे गैया पीछे पीछे ग्वाल, बीच में मेरो मदन गोपाल. आगे आगे गैया पीछे पीछे ग्वाल, बीच में मेरो मदन गोपाल. छोटी गैया छोटे छोटे ग्वाल, छोटा सा मेरो मदन गोपाल. छोटी गैया छोटे छोटे ग्वाल, छोटा सा मेरो मदन गोपाल. छोटी छोटी लखोटी छोटे छोटे हाथ, छोटी छोटी लखोटी छोटे छोटे हाथ. बंसी बजाए मेरो मदन गोपाल, बंसी बजाए मेरो मदन गोपाल. कारी कारी गैया गोरे गोरे ग्वाल, कारी कारी गैया गोरे गोरे ग्वाल. श्याम बरन मेरो मदन गोपाल, श्याम बरन मेरो मदन गोपाल. छोटी छोटी गैया छोटे छोटे ग्वाल, छोटी छोटी गैया छोटे छोटे ग्वाल. छोटा सा मेरो मदन गोपाल, छोटा सा मेरो मदन गोपाल. घास खाए गैया दूध पीवे ग्वाल, घास खाए गैया दूध पीवे ग्वाल. माखन चुराए मेरो मदन गोपाल, माखन चुराए मेरो मदन गोपाल. छोटी छोटी गैया छोटे छोटे ग्वाल, छोटी छोटी गैया छोटे छोटे ग्वाल. छोटा सा मेरो मदन गोपाल, छोटा सा मेरो मदन गोपाल. छोटी छोटी सखिया मधुबन बार, छोटी छोटी सखिया मधुबन बार. रास रचाए मेरो मदन गोपाल, रास रचाए मेरो मदन गोपाल. मदन गोपाल मदन गोपाल मदन गोपाल मदन गोपाल. राधे गोपाल राधे गोपाल, राधे गोपाल राधे गोपाल, राधे गोपाल राधे गोपाल. छोटी छोटी गैया छोटे छोटे ग्वाल, छोटी
छोटी छोटी गैया छोटे छोटे ग्वाल, छोटा सा मेरो मदन गोपाल, छोटा सा मेरो मदन गोपाल, मदन गोपाल, मदन गोपाल, मदन गोपाल, मदन गोपाल, राधे गोपाल, राधे गोपाल, राधे गोपाल, राधे गोपाल. ഹരേ കൃഷ്ണ. ഇനി നാളെ രാവിലെ നമുക്ക് കാണാം. നാളെ രാവിലെ 7:45 സത്സംഗം. ഹരേ കൃഷ്ണ. ग्रंथराज श्रीमद् भगवगीता की जय, श्री प्रभुपाद की जय, पार्थसारथी की जय, श्री गुरु पवन पुराधीशन की जय, निताई गौर प्रेमानंदे. हरि हरि बोल.